വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസം രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിൽ കർത്താവിനാൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഈ കൺവെൻഷൻ ലീഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രായമുള്ള കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠനായ ദൈവദാസൻ, അപ്പോൾ തന്നെ വേദിയിലും ജനത്തിൻ്റെ ഇടയിലും ആയിരിക്കുന്ന കർത്താവിൻ്റെ വയൽ പ്രദേശത്തെ അധ്വാനം ചെയ്യുന്ന സഹോദരങ്ങളായ മുതിർന്നവരായ എല്ലാ കർത്താവിൻ്റെ വേലക്കാർക്കും കർത്താവിൻ്റെ ദാസിമാർക്കും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, മനോഹരമായ ഗാനം ആലപിച്ച സഹോദരങ്ങളായ ഗായക സംഘം, ഈ മൈക്കിൻ്റെ ശബ്ദം എവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ഈ കൺവെൻഷനെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വേഗത്തിലാകുന്നതാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് ദൈവവചനം ലോകത്തോടെ വിളംബരം ചെയ്യുക. അതൊരു ശ്രേഷ്ഠമായ, യോഗ്യമായ, ദൈവിക ഉത്തരവാദിത്വവും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യവുമാണ്. ഇത്രയും വലിയൊരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ പിൻപിൽ പ്രധാനമായ ഉദ്ദേശം വചനം ദേശത്തോട് അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ദൗത്യം അത് തന്നെയാണ്. ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ എല്ലാം പിൻപിൽ ഉദ്ദേശം വചനം പ്രസംഗിക്കുക. തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, നീയോ തിമോത്തിയോസേ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും. പ്രത്യേകിച്ച് സമയം ഒന്നും ഇല്ലാത്തൊരു സംഗതിയുണ്ട് ഈ വചനപ്രസംഗം. അതുകൊണ്ടാണ് അതിന് മുമ്പ് എഴുതിയിരിക്കുന്നത് അസമയത്തിലും അസമയത്തിലും. നാട്ടുകാർക്ക് അസമയമാണെന്ന് നമുക്കും തോന്നിയാലും ഏത് സമയത്തും പ്രസംഗിക്കാൻ പറ്റിയൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കണം. ഇനി നിങ്ങളെല്ലാം ക്ലോക്കിലോട്ട് നോക്കിയാൽ 8:05 സഹോദരൻ. ഞങ്ങളെ പ്രസംഗകരെ ആശങ്കപ്പെടുത്തുന്നതാണ് സമയം. ബഹളം വെക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇച്ചിരി സമയം കൊണ്ട് ബഹളം വെച്ച് വീട്ടിൽ പോകാം. ഞാനൊക്കെ എൻ്റെ രീതി ഞാൻ പറയാം. ഈ ഡേറ്റ് തരുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും ഡയറി തുറന്ന് ആ ഡയറിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു സന്ദേശം ദൈവത്തോട് ചോദിച്ച് അതെന്ത് പറയണമെന്ന് മാനസികമായും ദൈവത്തോട് നിയോഗം പ്രാപിച്ച് പ്രാർത്ഥിച്ചാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത് പറയാൻ വേണ്ടത് ഇമ്പോർട്ടൻ്റായിട്ട് സമയമാണ്. സമയം എനിക്ക് മുൻപിലുള്ളൊരു വെച്ചിരിക്കുന്ന സമയം 9 മണി ഒരു ശകലവും കൂടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ വചനം പറയാനുള്ള വഴി ആദ്യം അടഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. വചനം യേശു പോലും പ്രസംഗിച്ചത് 3 ദിവസമാണ്. എത്ര ദിവസമാണ്? 3 ദിവസം. യേശുവിൻ്റെ യോഗം 3 ദിവസമായിരുന്നു. 3 ദിവസം പ്രസംഗിക്കാനിരുന്ന 3 ദിവസം പ്രസംഗിച്ചപ്പം ബാലൻ പോലും കൊണ്ടുവന്ന ഭക്ഷണം എന്ത് ചെയ്തില്ല, എടുത്തില്ല. ആ ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷണത്തിലാണ് പിന്നെ കണ്ടെത്തി. ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ആ അപ്പവും മീനും പോലും എടുക്കാൻ ആ ബാലൻ മറന്നുപോയി. അപ്പം നിങ്ങൾ പറയും യേശു പ്രസംഗിക്കുമ്പോഴാണ്.
അല്ല, യേശു പ്രസംഗിക്കുക മാത്രമല്ല, ദൈവത്താൽ ഒരുക്കപ്പെട്ട് പ്രാർത്ഥിച്ച് വരുന്നവർ പ്രസംഗിച്ചാൽ, ദൈവത്തിൻ്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചാൽ നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല. അതിൻ്റെ പേരാണ് ഉണർവ്. പക്ഷെ അതിൻ്റെ അകത്ത് വെറുതെ കേട്ടിരിക്കുകയല്ല, പൊട്ടിക്കരയും. ചിലപ്പോൾ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് മൈക്ക് മേടിക്കും. മൈക്കിൽ കൂടെ പാപങ്ങളേറ്റു പറയും. ഞാനത് രസത്തിന് പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ മാധ്യമം ഉണ്ടല്ലോ, ഒരു ചർച്ചയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാൻ പോയി. പകല് ഞാനിവിടെ പറഞ്ഞു. അതിൽ 11:30 പാസ്റ്റർ പ്രസംഗിക്കാൻ എനിക്ക് സമയം തന്നു. പകല് പ്രസംഗം ആരംഭിച്ചു, ദൈവവചന ശുശ്രൂഷ ആരംഭിച്ചു. ഞാൻ പ്രസംഗിച്ച് മൈക്ക് കൊടുക്കുന്നത് അടുത്ത വെളുപ്പിനെ 4:44. അടുത്ത വെളുപ്പിനെ 4:44. സഭയിൽ നിന്ന് ഒറ്റയാൾ പോലും അനങ്ങിയില്ല. 10 മണിക്കൂർ 44 മിനിറ്റ് കണ്ടിന്യൂസ് പ്രസംഗം മുന്നോട്ട് പോയി. അപ്പോഴവിടെ ഉണ്ടായത് കേട്ടിരിക്കുകയല്ല, ഓരോരുത്തർ എഴുന്നേറ്റ് അവരുടെ പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങി. പുറത്തല്ല, നാട്ടുകാരല്ല, രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞവർ 20 തവണ എഴുന്നേറ്റ് പാപം ഏറ്റു പറഞ്ഞവരുണ്ട്. ഇത്രയും മണിക്കൂറിനകത്ത് 20 പ്രാവശ്യം. ദൈവവചനം പ്രസംഗിക്കും തോറും ഓരോ കാര്യങ്ങൾ ബോധ്യം വരുമ്പോൾ എഴുന്നേറ്റ് നേറ്റു പറയുക. 10 മണിക്കൂർ 44 മിനിറ്റ് ആയപ്പോൾ എൻ്റെ സുഹൃത്ത് റജി കുമ്പഴ പാസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്, ദൈവദാസൻ ഇരിക്കുന്നവർ. യോഗം തീരുകയല്ല, വെളുപ്പിനെ 4:44 ആയപ്പോൾ ഞാൻ മൈക്ക് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി പ്രസംഗിക്കാൻ പറഞ്ഞു. പുള്ളി എഴുന്നേറ്റു. രാവിലെ 7 മണിക്കാണ് ആ യോഗം, ആ സെക്ഷൻ പകൽ 11:30 തുടങ്ങിയ മെസ്സേജ് അവസാനിക്കുന്നത്. രാവിലെ 7 മണിക്ക്. ആ 7 മണിക്കകത്ത് അവിടെ നടന്ന കാര്യങ്ങൾ നിരവധിയാണ്. കുഞ്ഞുങ്ങളടക്കം കൃപാവരം പ്രാപിച്ചു. ഭൂതങ്ങൾ അലറി ഓടിപ്പോയി. പാപങ്ങൾ എല്ലാവരും ഏറ്റു പറയാൻ തുടങ്ങി. ആ 3 ദിവസത്തെ യോഗം 8 ദിവസത്തേക്ക് നീണ്ടുപോയി. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പിള്ളേർ പോയില്ല. അവർ കരഞ്ഞുകൊണ്ട് ആലയത്തിലിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ പോകില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ ആലയത്തിൻ്റെ അകത്ത് ഇറങ്ങി വന്നു. ഓൺലൈൻ മാധ്യമമുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം പറയുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടേതായ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒന്ന് ഇരുന്നു കൊടുത്താൽ ലോകരാജ്യങ്ങളിലേക്കുള്ള ഉണർവ് നമ്മുടെ നാട്ടിലുണ്ടായി. ഇനി നിങ്ങൾ ഉണർന്നാലും ഉണർന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ദൈവം ചിലതിനെ ഉണർത്താൻ പോവുക. എന്താണ് ഉണർവ്? ഇപ്പം പിള്ളേർ പുറത്ത് കിടന്ന് കാണിക്കുന്ന കോക്കാമ്പീച്ചി ഒന്നുമല്ല ഉണർവ്. ഉണർവിൽ ആദ്യം ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്, കരച്ചിലാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൻ്റെ രഹസ്യ പാപങ്ങളെ അടക്കം നീ ഏറ്റു പറയുന്നൊരു സന്ദർഭം വരാൻ പോവാം. പറയുന്നില്ലെങ്കിൽ ദൈവം നിന്നെ നീക്കിക്കളയാം. ദൈവം തൻ്റെ സഭയെ തിരിച്ചു പിടിക്കും. കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ഒരു നിർമ്മല കന്യകയെ ദൈവം തിരിച്ചു പിടിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അഭിനയം നടത്തുന്ന, വ്യാജം പരിപാടി നടത്തുന്ന ആർക്കും ദൈവത്തിൻ്റെ ഇടപാടുകൾക്ക് മുമ്പിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും കർത്താവ് തൻ്റെ കരം നീട്ടാൻ പോവുകയാണ്. കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു മടങ്ങിവരവാണ്. അതിന് സഭ മടങ്ങി വരാതെ കർത്താവിന് മടങ്ങി വരാൻ പറ്റില്ല. 2 മടങ്ങിവരവാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന് നമ്മുടെ മടങ്ങിവരവ്, 2 കർത്താവിൻ്റെ മടങ്ങിവരവ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നടക്കേണ്ടത് നമുക്ക് നമ്മുടെ മടങ്ങിവരവാണ്. കർത്താവിൻ്റെ വരവിന് സമയമില്ല, നമ്മുടെ മടങ്ങിവരവിന് സമയമുണ്ട്.
ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഒരു വലിയ മടങ്ങിവരവിന് ജനമൊരുങ്ങണം. കേവലം ബൈബിൾ എഴുതിപ്പെട്ട കുറേ ആളുകളുടെ കഥ പോലെ പറഞ്ഞു കേൾപ്പിക്കുന്ന പ്രസംഗങ്ങൾക്ക്, പോയിൻ്റുകൾക്ക് കൈയടിച്ച് നല്ല പ്രസംഗമാണെന്ന് മാർക്കിടാനല്ല സഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. കേൾക്കുന്ന വചനപ്രകാരം ഒരുങ്ങി യേശുവിനെ എതിരേൽക്കുവാൻ, നിത്യത പ്രാപിക്കാൻ തയ്യാറുള്ള കൂട്ടമായി മാറിയില്ലെങ്കിൽ അപകടം മുൻപിലുണ്ട്. എന്താ അപകടം? കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും, അവർ രണ്ടുപേരും ഒരുമിച്ച് ആകാശമേഘങ്ങൾ എടുക്കപ്പെടും. മടങ്ങി വരാത്തവൻ വായും പൊളിച്ച് ഇവിടെ നിൽക്കും. ആർക്കും ആരുടെയും കൈക്കും കാലിനും പിടിച്ചൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും ഒരു വ്യതിയാനം വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രീതികൾക്ക് വ്യതിയാനം വരേണ്ട ആവശ്യമാണ്. ഒരു ശക്തമേറിയ മാനസാന്തരത്തിലേക്ക്, മടങ്ങി വരവിലേക്ക് നമുക്ക് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതേ രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കാൻ ദൈവം ആഗ്രഹിക്കുക. ആമേൻ. നല്ലൊരു അവകാശം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു അവകാശം. സമയങ്ങൾ പാഴാക്കല്ല, ഇമ്പോർട്ടൻ്റാണ്. യേശുവിൻ്റെ വരവ് വാതുക്കലായിരിക്കുകയാണ്, നിസാരമായി കാണരുത്. ആമേൻ. യേശു വന്നു കഴിഞ്ഞിട്ട് 666 മുദ്ര അത് ഏൽക്കാതെ പിടിച്ചു നിന്ന് രക്ഷിക്കപ്പെടുന്ന ആരും ഓർക്കണ്ട. നിസാര വിഷയങ്ങളുടെ മുമ്പിൽ ജയിക്കാൻ പറ്റാത്തവർക്ക് ഒരിക്കലും ആൻറ്റിക്രൈസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ മനുഷ്യന് ഭയം പല രീതിയിലാണ് ഉള്ളത്. എല്ലാ മനുഷ്യർക്കും ഭയമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭയമില്ലാത്തവരില്ല. ഭയങ്കര ധൈര്യശാലികളായവർക്ക് നിസാര വിഷയത്തിൻ്റെ മുമ്പ് ഭയമുണ്ട്. ഭയമെന്ന് പറഞ്ഞാൽ ഒരു മേഖലയെ ഭരിക്കുന്നില്ല, പല മേഖലയെ ഭരിക്കുന്ന. അതിലൊരു കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ്. അങ്ങ് ഹൈറേഞ്ചിൽ ഒരു കടുവ ഏലത്തോട്ടത്തിലോ തേയിലത്തോട്ടത്തിലോ ഇറങ്ങി. ഒരു കടുവ ആരാണ്ടെയൊക്കെ ശല്യം ചെയ്തു, ആരാണ്ടെ ഉപദ്രവിച്ചു, കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. നമ്മുടെ പോലീസുകാരും വനവകുപ്പ് മേധാവി ഉദ്യോഗസ്ഥരും ഇതിനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ. അതിൻ്റെ തോട്ടത്തിൽ 2 പേരും മയക്കുമടിന്ന് വെടിവെക്കാൻ തോക്കുമായിട്ട് അതിന് നിയമിക്കപ്പെട്ടവർ നിൽക്കുമ്പോൾ ഫ്രണ്ടിലൊരു സഹോദരൻ ഷീൽഡുമായിട്ട് കടുവ ചാടി വരുവാണെ തട്ടി മാറ്റാൻ വേണ്ടി നിൽപ്പുണ്ട്. നിങ്ങളെല്ലാം അത് കണ്ടവർ, വാർത്ത ശ്രദ്ധിക്കുന്നവർ കണ്ടു കാണും. അവസാനം കടുവ ചാടി വന്നപ്പോൾ പുള്ളി മുന്നോട്ട് കയറി ആ ഷീൽഡ് കൊണ്ട് തട്ടിയപ്പോൾ കടുവ പുള്ളിയുടെ ഹെൽമറ്റിന് അടിച്ചു. ഉദ്യോഗസ്ഥൻ പുള്ളിയുടെ തലയിൽ നിന്ന് ഹെൽമറ്റ് തെറിച്ച് പോകുന്ന ചിത്രമൊക്കെ ഒത്തിരി ദൂരമില്ലാത്ത 2-3 മാസമായുള്ളൂ നടന്നിട്ട്. അദ്ദേഹം കടുവയുടെ മുമ്പ് ചാടിക്കയറി ഷീൽഡ് കൊണ്ട് തട്ടി. പക്ഷേ അദ്ദേഹത്തെ അതിന് ചെറിയ പരിക്കൊക്കെ പറ്റി. ഹോസ്പിറ്റലിൽ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ മുൻപിൽ നേഴ്സ് സിറിഞ്ചുമായിട്ട് വന്നു, സൂചിയും സിറിഞ്ചും. എന്നാലും അയ്യോ എന്നെ കുത്തരുതെന്ന് പറഞ്ഞു. കടുവയുടെ മുമ്പിൽ ഷീൽഡുമായിട്ട് നിൽക്കാൻ തന്നോടെ ഉള്ളവന് സിറിഞ്ചിൻ്റെ മുമ്പിൽ അയ്യോ എന്നെ കുത്തിവെക്കരുന്നു. അപ്പോൾ ചില മേഖലകളിലാണ് ഭയം. സ്തോത്രം. എന്നാൽ എല്ലാ മേഖലയിലും ഭയം മാറുമ്പോഴാണ് ഒരു നല്ല ദൈവപൈതലാകേണ്ടത്. കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇത് രണ്ടും ഇല്ലാതായിരുന്നിരിക്കുക ഇപ്പോൾ പെന്തിക്കോസിൽ. അതുകൊണ്ട് ഈ യോഗത്തിൽ ഒരു വലിയ മടങ്ങിവരവ്, ഒരു സമൂലമായ ദൈവപ്രവൃത്തിയിലേക്ക് നീങ്ങാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ നിയോഗം തന്നൊരു വചനഭാഗം നിങ്ങളുടെ മുമ്പാകെ വെച്ച് ദൈവം തരുന്ന പ്രാപ്തി പോലെ ആ വചനം പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഞാൻ ആശങ്കയോടുകൂടെ ആ വാക്യം വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. എങ്കിലും നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ 25 വായിക്കാനാണ് പറഞ്ഞത്. ഒന്നും കൂടെ വായിച്ചു. എങ്കിലും നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവാൻ. നിനക്കല്ല, നിങ്ങൾക്ക്. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. മതി. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടച്ചാൽ ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ദേശത്തോട് സംസാരിക്കണമേ. ഞങ്ങളുടെ എല്ലാം ഹൃദയം
അങ്ങിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുകയാണ്. മനുഷ്യൻ്റെ ശബ്ദം ഞങ്ങൾ ഒത്തിരി കേട്ടവരാണ്. എന്നാൽ തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ള, ജീവനും ചൈതന്യമുള്ള, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ, പ്രാണനെ ആത്മാവിനെ സന്ധിമജകളെ വേർപടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ശക്തിയുള്ള ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയോഗത്തിലും സംസാരിക്കാൻ ദൈവമിടയാക്കണം. അരുതാത്തതൊന്നും പറയാൻ അനുവദിക്കരുത്. പറയേണ്ടതൊന്നും മറച്ചു വെക്കാനും ദൈവം സമ്മതിക്കരുത്. അവിടുന്ന് ആത്മാവ് നിയന്ത്രിച്ചാട്ടെ. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം ശബ്ദമുയർത്തി വായിക്കും. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. മതി. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കും. വായിക്കപ്പെട്ട വേദഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയാണ്. ആ വാക്യം എൻഡ് ചെയ്യുന്നത് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ്. യോഹന്നാൻ എഴുതിയെങ്കിലും ദർശനത്തിൽ ദൈവം യോഹന്നാനോട് കർത്താവ് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. യോഹന്നാൻ അത് തൻ്റെ സഭയ്ക്ക് കൈമാറാൻ ഏറ്റെടുക്കുക. അത് വരുന്ന വഴികളെക്കുറിച്ച് 1-ാം അധ്യായം 1-ൽ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു. വെളിപ്പാട് 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. യോഹന്നാൻ കണ്ടത് തൻ്റെ വെളിപ്പാടല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിന്റെ പ്രത്യേകത അത് എപ്പോഴെങ്കിലും സംഭവിക്കുകയോ സംഭവിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നതല്ല, വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അടുത്തത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. അത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച്. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ആമേൻ. തൻ്റെ ദാസനായി യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഈ രീതിയിലാണ് വെളിപ്പാട് പുസ്തകം നമ്മുടെ കയ്യിൽ വന്നെത്തിയത്. വെളിപ്പാട് പുസ്തകം പലപ്പോഴും വായിച്ചിട്ട് നമ്മളെയൊക്കെ ഒന്ന് ഇളക്കാൻ ഉപദേശിമാർ ഒത്തിരി കാര്യം പറയും. പൊട്ടിച്ചെതറുന്ന പാറ, ഊറ്റൻ തിരമാല, ആർത്തിലമ്പുന്നു, കഴുകൻ ചിറകടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തുള്ളുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറേ സമയം പോയി കിട്ടും, അത്രേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ നമുക്ക് പാറയും പൊട്ടിച്ചെതറുന്ന പാറയും ആർത്തിലമ്പുന്ന തിരമാലയൊന്നുമല്ല നമ്മളെ കൈയടിപ്പിക്കേണ്ടത്. നമ്മളെ കൈയടിപ്പിക്കേണ്ടത് വെളിപ്പാട് പുസ്തകം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ മാനസാന്തരവും നമ്മുടെ നിത്യതയുടെ ഭാവിയുമാണ്. അത് പറയുമ്പോഴാണ് സ്വോത്രം പറയുകയോ കൈയടിക്കുകയോ ചെയ്യേണ്ടത്. പത്മോസീവിൻ്റെ ചരിത്രം കേട്ടുണ്ട്. കൈയടിച്ചത് എന്ത് ഗുണം? അവിടെ പാറയുണ്ടായിരുന്നു, അത് പൊട്ടിച്ചെതറി, തിരമാല അടിച്ചു കയറി, കഴുകൻ്റെ ചിറക് എന്നൊക്കെ കേൾക്കുമ്പം കൈയടിക്കുന്ന മണ്ടന്മാരുടെ എണ്ണം പെരുകിയിരിക്കുക. സ്വോത്രം. അത്തരത്തിൽ ബുദ്ധിയില്ലാത്ത ഗലാത്യ സഭയെപ്പോലെ ഈ കാലഘട്ടം സഭയെ അധപ്പതിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഉപദേശിമാർ വെളിപ്പാട് പുസ്തകത്തിൽ വാക്യം വായിച്ചാൽ തന്നെ പത്മോസ് ദ്വീപിൻ്റെ തിരമാലയെക്കുറിച്ചും പൊട്ടിച്ചെതറുന്ന ഊറ്റാമെ പാറയെക്കുറിച്ചും ചിറകടിക്കുന്ന ശവം തിന്നുന്ന കഴുകനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം കളയുമ്പോൾ നമ്മൾക്ക് ഓർക്കും ഇതെല്ലാം തുള്ളിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് തോന്നുന്നു. നമ്മളെങ്ങനെ തുള്ളുക? വെറുതെ സമയം കളയുന്നല്ലാതെ വേറെ പണിയൊന്നുമില്ല. ആമേ. ആ പത്മോസിൻ്റെ പാറയെക്കുറിച്ചൊന്നും അല്ല വിവരിക്കേണ്ടത്. ആമേ. തകരാത്തൊരു പാറയായ ക്രിസ്തു യോഹന്നാൻ വെളിപ്പാടിൽ അവിടെ കാണുകയാണ്. ദർശനത്തിൽ അവൻ ആ പത്മോസിൽ ഇറങ്ങി വരികയാണ്. അവനും യോഹന്നാനും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ ക്രിസ്തു വ്യക്തമായി യോഹന്നാനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വെറും പാഴ്വാക്കല്ല, അത് പത്മോസിനെ കുറിച്ചല്ല, ആമേ, പാറക്കഷണത്തെ കുറിച്ചല്ല, അത് തിരമാലയെ കുറിച്ചല്ല, ശവം തിന്നുന്ന കഴുകനെ കുറിച്ചല്ല. ആഴമേറിയ നിത്യതയുടെ വെളിപ്പാട് യോഹന്നാന് ആമേ ക്രിസ്തു ഡയറക്റ്റ് ഇറങ്ങി വന്ന് തന്റെ സഭയുടെ മാനസാന്തരത്തെ കുറിച്ചും തന്റെ സഭയെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചും സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴാണ് നാം മടങ്ങി വരികയും ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യേണ്ടത്. സ്വോത്രം. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. വായിച്ച വാക്യത്തിലേക്ക്
ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 1, 2 അധ്യായങ്ങൾ, 3 അധ്യായങ്ങൾ ആസിയിലുള്ള 7 സഭകൾക്ക് ആ സഭകളുടെ ഗുണം വരായ്മയും ചൂണ്ടിക്കാണിച്ച് ഗുണത്തെ പ്രമോട്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഴ്ച തിരുത്തിയില്ലെങ്കിൽ ഈ ഗുണങ്ങൾ നിങ്ങൾക്കെതിരാകും എന്ന് സംസാരിക്കുക. ആത്മീയ സമൂഹത്തോടെ ഇന്ന് അകത്തോട്ട് ആദ്യം പറയാനുള്ളത്, 100 ഗുണങ്ങളുണ്ട്, 99 ഗുണങ്ങളുണ്ടെങ്കിലും ഒറ്റ വീഴ്ച ദൈവപദ്ധതികൾ നിന്നിൽ നിന്ന് അകറ്റിക്കളയും. 100 ഗുണം, 99 ഗുണമുണ്ടല്ലോ, അല്ലെങ്കിൽ 10 മാർക്കെങ്കിൽ 9 ശരിയായി, 1 ശരിയായില്ലെന്നേ ഉള്ളൂ എന്ന ചിന്തയിൽ ഇരുന്നാൽ ഒന്നിൽ തെറ്റിയാൽ ബാക്കി 9 നിന്ന് തെറ്റിയെന്നാണ് പുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവസന്നിധിയിൽ എത്താമെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവം വിചാരിക്കുന്നത് പൂർണ്ണ മനസ്സ്, പൂർണ്ണമായ ആത്മീയ നിലവാരം, വിശുദ്ധിയുടെ പൂർണ്ണമായ ഒരാത്മാവ് ഒരുക്കുന്ന തലത്തിലേക്ക് നാം എത്തണം. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നാം എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞ് നാം തികഞ്ഞവരും സമ്പൂർണരും സ്ഥിരതയ്ക്ക് ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ചെയ്യണം. എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒത്തിരി പേരുടെ പേരും കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ വചനം പറയണോ നിങ്ങളുടെ കാര്യം പറയണമെന്നറിയാം. എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങളായി ഒത്തിരി പേര്, ദൈവമക്കളെല്ലാം അങ്ങനെ തന്നെയാണെങ്കിലും വേറിട്ട ബന്ധമുള്ളവർ കൂടിയുണ്ട്. പക്ഷേ ഞാൻ സമയത്തെ വിസ്തരിച്ചാണ് ഈ കമ്പിവാചകം പോലെ പോകുന്നത്. എനിക്ക് സ്പീഡിൽ പ്രസംഗിക്കുന്ന പോലും താല്പര്യമില്ല. കാരണം ഇതൊക്കെ ചുമ്മാ നമ്മുടെ ശ്വാസം മുട്ടി ഏതെങ്കിലും മലയാള അക്ഷരത്തിൻ്റെ പദം സമ്പത്തുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് കൊഴിപ്പിച്ച് നല്ല പോയിൻ്റായിരുന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള സംഗതിയല്ല വചനം. വചനം ഹൃദയം മുറിച്ച് അകത്ത് കയറേണ്ടതാണ്. അത് വിത്താണ്. അത് പല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടണം. ഒരേ സദസ്സിൽ പലർക്കും വചനത്തിൻ്റെ പല ഇടപാടുകളാണ് ഉണ്ടാകുന്നത് ഒരേ സന്ദേശത്തിൽ. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ 2ആയിട്ടെങ്കിലും ഈ വചനം ജനതയ്ക്ക് ഫീൽ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പേര് എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് പോയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. കുറച്ച് പേരെ ഇവിടെ മനസ്സുകൊണ്ട് ഒന്നും കൂടെ ഇഴുകിച്ചേരും. അത് കർത്താവ് പ്രസംഗിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. ന്യൂ ജനറേഷൻ സഭയിലെ നേതാക്കന്മാരും ഈ ബൈബിൾ അറിയാൻ മേലത്തെ ഉപദേശിമാർ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വാക്കുകൾ ലാവണ്യമായിരുന്നു, കർത്താവിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണമായിരുന്നു, ആർക്കും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ലായിരുന്നു. അത് ബൈബിൾ അറിയാൻ മേലാത്തതുകൊണ്ടാണ് പറയുന്നത്. ബൈബിൾ ശരിക്കും വായിക്കാത്തതുകൊണ്ടാണ്. കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും എഴുന്നേറ്റ് പോവുക ചെയ്ത്. ശരിയല്ലേ? മുന്നിലിരുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് പോകാനാണ് ഞാൻ പഠിച്ചത്. സ്തോത്രം. അപ്പം ഞാനതിനെ തുടക്കത്തിലൊരു കാര്യം പറയാം. യേശു ആദ്യം തിരഞ്ഞെടുത്തത് 12 ശിഷ്യന്മാരെയാണ് കൂടുതലായിട്ട് അടുപ്പിച്ചത്. 70ഓളം ശിഷ്യന്മാർ പിന്നത്തേതിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ അപ്പോസ്തോലികത്വം കൈമാറാൻ 12 എണ്ണത്തിനെ ഒരു രാത്രി ഒറ്റയ്ക്ക് ഓൾ നൈറ്റ് പ്രയർ ഇരുന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെ അരികെ വിളിച്ചിട്ട് 12 എണ്ണത്തെ തിരഞ്ഞെടുക്കുക അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി. ശിഷ്യന്മാർക്ക് അപ്പോസ്തോലിക സൗദ്യം കൊടുക്കും. അവരെ പക്ഷേ ആ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ, യേശു തൻ്റെ ഐകിക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ആളുകൾ കൂടാൻ തുടങ്ങി. ഒന്നാമത്തെ ശുശ്രൂഷ ശരിക്കും ചെയ്യുന്നത് ഭൗതിക മണ്ഡലത്തിലാണ്. അത് ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിലാണ്. അവിടെ യേശു കല്യാണം കൂടാനൊന്നും പോയതല്ല. ഈ കല്യാണ വീട്ടിൽ ഇത് സംഭവിക്കുമെന്നും ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണെന്നും അറിയാവുന്നതുകൊണ്ട് യേശു അവിടെ പോയി. ചാർച്ചക്കാരായതുകൊണ്ട് അവിടെ പോയൊന്നുമല്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വീഞ്ഞ് പോരാതെ വന്നു. യഹൂദൻ്റെ കല്യാണത്തിലൊരു വിശേഷമാർന്ന സംഗതിയാണ് വീഞ്ഞെന്നുള്ളത്. ആ വീഞ്ഞ് പോരാതെ വന്നു, തീർന്നില്ല, പോരാതെ വന്നപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, ആരാ? ഉദരം കടം കൊടുത്ത കൃപ പ്രാപിച്ച അമ്മ വന്നിട്ട് പറഞ്ഞു, അവനെ ഈ കാര്യത്തിലൊന്ന് ഇടപെടണം. ഉടനെ യേശു അമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്ന കേട്ട് ചെയ്യാൻ ഭൂമി വന്നതല്ല, എൻ്റെ നാഴികയ്ക്കും സമയത്തിനും വിലയുണ്ട്, അത് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അമ്മ പറയുന്ന കേട്ട് ചെയ്യാനിരിക്കുന്ന ആളല്ല യേശു. പിതാവ് പറയുന്ന കേട്ട് ചെയ്യാനിരിക്കുന്ന ആൾ. അപ്പോഴാണ് ഇവിടെ കുറേ ആളുകൾ തമ്പുരാൻ്റെ അമ്മയെ മറിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് അപേക്ഷിക്കണേ, ഞങ്ങളെ ഓർക്കണേ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് പറയാനുള്ളത്, യേശുവിനെ മറഞ്ഞ ആളാ മറിയാമ്മച്ചി. യേശുവിനെ മറന്നുപോയി മറിയാമ്മച്ചി. പിന്നെ കണ്ടിട്ടില്ലാത്ത നമ്മളെ പുള്ളിക്കാരി ഓർക്കുമോ? ഒന്നുമില്ല. വെറുതെ മണ്ടത്തരം ഒന്നും പ്രാർത്ഥിക്കരുത്. നാട്ടുകാർ മൈക്കിക്കൂടെ ഇത് കേൾക്കുന്നുണ്ട്, അവരോടാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അമ്പുരാൻ്റെ അമ്മയും അറിയേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അപേക്ഷിക്കണേ എന്ന് പറയുമ്പോൾ
അവൻ യേശുവിനെ മറന്ന ആളാണ് മറിയ. കാരണം അവൻ യെരുശലേമിൽ പെരുന്നാൾ നടക്കുമ്പോൾ അമ്മ മറിയ യേശുവൊക്കെ ആയിട്ട് അവിടെ ചെന്നു. അവൻ വളരെ ചെറുപ്രായത്തിലാണ് അവൻ. പക്ഷേ അമ്മ തിരിച്ചു പോയി, അപ്പനും തിരിച്ചു പോയി. കുറച്ച് മണിക്കൂറുകളും ദിവസവും കഴിഞ്ഞപ്പം യേശുവിനെ കാണാനില്ല. അവൻ അന്വേഷിച്ചപ്പോൾ കൂടെയൊന്നുമില്ല. പിന്നെ ഒരു പുറകോട്ട് നടന്നു ചെന്നപ്പോൾ യേശു ആലയത്തിൻ്റെ അകത്തിരുന്ന് ന്യായശാസ്ത്രിമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യേശുവിനെ മറന്ന അമ്മ നമ്മളെ അങ്ങനെ ഓർക്കുന്നത്? അറിയാൻ മേലാത്ത നമ്മളെ. മറിയയ്ക്ക് പാസ്റ്റർ ജോബി ടീലസിനെ അറിയത്തില്ല. അങ്ങനെയുള്ള ദിവ്യത്വമൊന്നും മറിയയ്ക്ക് ഇല്ല. സ്തോത്രം. പാസ്റ്റർ കെ എബ്രഹാം IPC എന്ന് പറയുന്ന പെന്തക്കോസ് ഇന്ന് മതമായി തീർന്ന അന്ന് നല്ല രീതിയിൽ തുടങ്ങിയ ആ സ്ഥാപനത്തിൻ്റെ നേതാവ് എന്നെ അറിയത്തില്ല. ഞാൻ IPC മെമ്പർഷിപ്പുള്ള ആളാണെന്ന് പറഞ്ഞ് പാസ്റ്റർ കെ എബ്രഹാമിന് എന്നെ അറിയണമെന്നില്ല. അദ്ദേഹം എനിക്ക് വേണ്ടി അപേക്ഷിക്കത്തില്ല. ഇത്രയുള്ള മറിയാമ്മച്ചിക്ക് കൃപ ലഭിച്ചു. കൃപയാൽ ഭാഗ്യവതിയായി. ഉദരത്തിൽ അത്യുന്നതൻ്റെ ശക്തിയാൽ യേശു ഉരുവായി. അങ്ങനെ ഭൂമിയിൽ യേശുവിനെ ഭൂമിക്ക് ദാനമായി കൊടുക്കാൻ മറിയെ കർത്താവ് ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ മറിയ മരിച്ചു. മറിയ പോലും പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 2 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കും ഒരു രക്ഷകനെ കിട്ടിയെന്ന്. മറിയയ്ക്ക് പോലും രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു വഴിയില്ല. ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്തിരിക്കുന്നവരോടല്ല, അകത്തുള്ളവർ പുറത്തുള്ളവർ ആരെങ്കിലും ഈ സുവിശേഷം ആത്മാവിനും സത്യത്തിലും കേട്ട് ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനോട് വെറുപ്പ് സമ്പാദിച്ച് ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലുത്, ഞങ്ങൾ കത്തോലിക്കരാണ്, CSI ആണ്, മർത്തോമയാണ്, യാക്കോബയാണെന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് ഇതൊക്കെ കയറി വരാൻ മടിച്ച് ശ്രദ്ധിക്കാത്ത ആളുകളോട് വയൻ്റ് ചെയ്യാതെ ദൂരത്ത് നിന്ന് ശ്രദ്ധിക്കുന്നവരോട് പറയാം, അബദ്ധ പഞ്ചാംഗങ്ങൾക്കകത്ത് കുരുങ്ങി നിത്യ നരകത്തിലേക്ക് പോകരുത്. വിശുദ്ധ വേദപുസ്തകം കണ്ണു തുറന്ന് വായിക്കണം. ഈ ദിവസങ്ങളിൽ കുട്ടുകണ്ണ് മാറ്റുവാൻ പരിശുദ്ധാത്മാവ് വചനത്തോട് കൂടെ ഇവിടെ വ്യാപരിക്കുകയാണ്. അടുത്ത ദിവസം വരെ ഈ യോഗം ഇവിടെ നടക്കുമ്പോൾ ചില കുരുട്ട് കണ്ണുകൾ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ക്രിയയാൽ എന്താണ് വചനത്തിന്റെ സത്യമെന്ന് വിളംബരം ചെയ്യുവാൻ ദൈവം തന്നെ ദാസന്മാരെ ഇവിടെ അയച്ചിരിക്കുകയാണ്. സഭയെ അതിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിനല്ലാതെ ദൈവവചനത്തിനല്ലാതെ ആ മാറ്റം വരുത്തുവാൻ കഴിയില്ല. അപ്പോൾ മറിയാമ്മയോടൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. മറിയാമ്മച്ചയെ ഓർത്തിട്ടാലും കുഴപ്പമില്ല. അപമാനിക്കരുത്. മറിയാമ്മ ഭാഗ്യവതിയാണ്. മറിയാമ്മച്ചയെ അപമാനിക്കരുത്. അമ്മച്ചി ഭാഗ്യവതിയാണ്. സ്ത്രീകളിൽ ഏറ്റവും വലിയ ഭാഗ്യവതി ആരാന്ന് വെച്ചാൽ മറിയാമ്മച്ചിയാണ്. ഒരിക്കലും അപമാനിക്കരുത്. മറിയാമ്മച്ചിയെ അപമാനിക്കാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്, പെന്തക്കോസുകാരാണ്. അതിനാ നമ്മൾ വഴിനീളെ മറിയാമ്മയുടെ ഫോട്ടോ വെച്ചോ, മറിയാമ്മച്ചിയുടെ വിഗ്രഹം പണിതോ, പട്ടിക്ക് മൂത്രം ഒഴിക്കത്തക്കവണ്ണം ഒരു ചായക്കുറ്റി പോലെ ഒരു ഭണ്ണാരക്കുറ്റി അവിടെ കൊണ്ടുവച്ച് പിരിവെടുക്കുകയോ ആരുടെയും പേര് നടത്താത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് ചെയ്യുന്നവനെല്ലാം ന്യായം വിധിക്കും. ഈ പുസ്തകം വെച്ചൊരു ദിവസം സുവിശേഷം വെച്ചാണ് ന്യായവിധി നടക്കുന്നത്. അതുകൊണ്ട് അബദ്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്ത് അയ്യോ ഈ പാസ് നടത്തുന്ന യോഗത്തിൽ നിന്ന് പോയേക്കാം എന്നോർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ അവസരയോടെ വഴി തുറക്കുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറെ ഒരുത്തൻ്റെയും ഒരുത്തിയുടെ നാമം രക്ഷിക്കപ്പെടാൻ വേറെ ഭൂമിയിലില്ല. ഒരു വിഗ്രഹങ്ങളുടെ പിൻപിലും ദൈവമില്ല. ദൈവത്തിന്റെ ഇടപാടുകളില്ല. അത് ക്ഷേത്രത്തിലെ വിഗ്രഹമാകട്ടെ, അത് പള്ളികളിൽ തീർത്ത വിഗ്രഹമാകട്ടെ, മോസ്കിലെ കല്ലാകട്ടെ, ഒരു സ്ഥലത്ത് പോലും ദൈവാംശമില്ല. നമ്മുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു. അവൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. താൻ ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. മാനവരാശിക്ക് വേണ്ടി പിതാവ് ചെയ്ത ഇഷ്ടം ക്രൂശ് മരണമാണ്. ഞങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ദൈവം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു കല്ലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയില്ല. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയും ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. അപ്പം എന്ത് ഇഷ്ടമാണ് തനിക്കുള്ളത്? തനിക്ക് ഇഷ്ടമുള്ളത് താൻ ഭൂമി ചെയ്ത് കഴിഞ്ഞു. അതെന്താ ഇഷ്ടം? പ്രവാചകൻ എഴുതി, പുത്രനെ തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? സകല മാനവരാശിയുടെയും പാപമോചനത്തിനെ, ശാപമോക്ഷത്തിനെ, മരണത്തിൽ നിന്ന് നിത്യമരണത്തിൽ നിന്നുള്ള മോചനത്തിനെ പിതാവ് ചെയ്യാനുള്ളത് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് സകല മാനവരാശിക്കും വേണ്ടി ഇഞ്ചിഞ്ചായി തകർത്ത് അവന്റെ രക്തം മൂലം സകല മനുഷ്യർക്കും പാപമോചനം ഉണ്ടാകുവാൻ തന്റെ ഇഷ്ടം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, മറ്റൊരുത്തനും
ഒരുത്തിയിലും മറ്റൊന്നിലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം പാപമോചകൻ, യേശുക്രിസ്തു മാത്രം ലോകരക്ഷിതാവ്, യേശു മാത്രം ദൈവം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അകത്തായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒതുങ്ങ പുറത്തായിരുന്നെങ്കിൽ ഇച്ചിരിയുടെ കാര്യമായിട്ട് പറയാം. എന്നാലും പറയാനുള്ളത് കേൾക്കാനുള്ള മലയാളമാണല്ലോ പറയുന്നത്. ആരെങ്കിലും ഇതിൻ്റെ അകത്തെ ഈ കൺവെൻഷൻ ഒന്ന് കൂടിയേക്കാം എന്ന് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കൂടൽ നിരന്തരം ദൈവത്തെ ആരാധിക്കാൻ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്കായി വരുന്ന വഴിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഒന്നിലും ഇനി മയം വെച്ചിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രസംഗിച്ചിട്ട് പോയാൽ അതൊക്കെ കാശുണ്ടാക്കാനുള്ള സൂത്രം മാത്രമാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പോലെ വചനം പ്രസംഗിക്കുമ്പോൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചല്ല. കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാകണം. ജീവനുണ്ട് തിരിച്ച് വീട്ടിൽ പോകും, അല്ലേ ഇവിടെ തീരണം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടോ. അപ്പോൾ യേശു തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നു. ഗലീല കാനാവിൽ മറിയാമ്മച്ചിയുടെ അടുക്ക് ചെന്ന് അറിയാമ്മച്ചിയോട് പറയുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഉടനെ മറിയ ഇന്ന് ഞെട്ടി. ഒരു മയോ ഇല്ലാത്ത ഇടപെടൽ. ഇനി നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. യേശു ഒരിക്കൽ പോലും ബൈബിളിൽ അമ്മേ എന്ന് മറിയാമ്മച്ചിയെ വിളിച്ചത് കാണുവാൻ കഴിയുന്നില്ല. അമ്മയെന്ന പ്രയോഗം ബൈബിൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ യേശു ഡയറക്റ്റ് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ബൈബിളിലില്ല. എന്നാൽ അതേ മറിയാമ്മച്ചിയെ ചൂണ്ടിക്കൊണ്ട് ക്രൂശി കിടന്നുകൊണ്ട് യോഹന്നാണ് ഇതാ നിൻ്റെ അമ്മ. അപ്പോഴും എൻ്റെ അമ്മയാ നിൻ്റെ അമ്മയായിട്ട് നോക്കിക്കോണമെന്ന് ക്രൂശി പറഞ്ഞില്ല. അതുകൊണ്ട് അമ്മയല്ലാതാകുന്നില്ല. ഒരു ലോകരക്ഷകൻ ലോകത്തിന് അവതരിപ്പിക്കാൻ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തി മാത്രമാണ് മറിയ നിത്യകന്യകയൊന്നുമല്ല, പരിശുദ്ധ മാതാവുമല്ല. സ്തോത്രം. മറിയയും കൃപയാൽ ദൈവസഭയുടെ ഭാഗമായി സെഹിയോൻ മാളികമുറിയിൽ സഭ സ്ഥാപിക്കുമ്പോൾ മറിയാമ്മച്ചിയും ആ സഭയുടെ ഭാഗമായി ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞവരുടെ 120 പേരുടെ കൂട്ടത്തിൽ മറിയാമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ മറിയാമ്മച്ചി പള്ളിയിൽ പോയതായിട്ട് കാണുന്നില്ല. പള്ളി പെരുന്നാളിനും പോയില്ല. ബൈബിളൊക്കെ കണ്ണു തുറന്ന് വായിക്കുക. എൻ്റെ CSIക്കാരി, എൻ്റെ മർത്തോമക്കാരി, എൻ്റെ സഹോദരങ്ങളെ, കത്തോലിക്കരെ, നിങ്ങൾ ബൈബിൾ വായിക്കൂ. നിങ്ങൾ അച്ഛന്മാരുടെ പ്രസംഗവും പാസ്റ്റർമാരുടെ പ്രസംഗമൊക്കെ കേട്ടോ. കേൾക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊന്ന് വീക്ഷിക്കേ. ഞങ്ങൾ പറയുന്നതും നിങ്ങൾ വെറുതെ വെട്ടി വിഴുങ്ങണ്ട. ഇത് ബൈബിളിലുള്ളതാണോ എന്ന് നോക്കണം. ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി കൃത്യമായി യേശുവിൻ്റെ അമ്മ പെരുന്നാളിന് പോയില്ലെന്നും സെഹിയോൻ മാളികമുറിയിൽ മർക്കോസിൻ്റെ മാളികമുറിക്കകത്തെ 12 ശിഷ്യന്മാരോടൊപ്പം യൂദാ ഒഴികെ തിരഞ്ഞെടുപ്പ് ചീട്ട് വിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന മത്യാസ് അടക്കം ഉള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ അമ്മ ഏകദേശം 120 പേരുടെ കൂടെ പാർത്ത മാളികമുറിയിലേക്ക് കയറിപ്പോയെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. മൈക്കിൽ കൂടെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. കാരണം നമ്മളിതൊക്കെ ചുമ്മാ വിവരക്കേട് വിളിച്ചു പറയുകയാണെന്ന് അവർ പറയരുത്. പെന്തിക്കോസുകാർക്ക് ഈ പ്രസംഗം എത്ര തുടക്കത്തിൽ രസിച്ചില്ലെങ്കിലും പുറത്തുള്ളവർക്ക് കാര്യം ഗൗരവമായിട്ട് അറിയാനാണ് ഈ മൈക്ക് പുറത്തോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൈക്കിൽ കൂടി ഇതൊന്ന് വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം മുതൽ വായിക്കാം. ആരാണ് യേശുവിൻ്റെ വാക്കനുസരിച്ചത്? മറിയ യേശുവിൻ്റെ വാക്കനുസരിച്ചോ? ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്കനുസരിച്ചോ? വായിച്ചേ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ് എന്നില്ലേ? അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. മാളികമുറി ഞാൻ തിരുത്തുന്ന കളിയാക്കാനല്ല, കാരണം പുറത്ത് നിൽക്കുന്നവർ കേൾക്കുമ്പോൾ അവിടെ പത്രോസ് ഉണ്ടോ എന്ന് പത്രോസ് താഴെയുണ്ട്. അവിടെ കൃത്യമായി നോക്കി ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ആളുകൾക്ക് പെശക് ഉണ്ടാകരുത്. വായിച്ചു എല്ലാവർക്കും തെറ്റ് പറ്റും എന്ന് വെച്ചാൽ ഒന്നും കൂടെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ വായിച്ചാലും തെറ്റും, പരിഹാസമല്ല. ശ്രദ്ധിച്ച് വായിച്ചാൽ പുറത്ത് നിൽക്കുന്നവർക്ക് അബദ്ധം പറ്റാതിരിക്കും. അതുകൊണ്ടാണ് വായിച്ചു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച്. ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്തറിയണം, ഈ സമയത്ത് യെരുശലേം പള്ളി പെരുന്നാൾ നടക്കുക.
ഈ സമയത്ത് യെരൂശലേമിലെ പള്ളിയിൽ എന്ത് ചെയ്യുക? പെരുന്നാൾ നടക്കുമ്പോൾ ശിഷ്യന്മാരോ യേശുവിൻ്റെ അമ്മ മറിയോ പെരുന്നാളിന് പള്ളിയിൽ പോയില്ല. ഇപ്പോഴും ഓശാന പെരുന്നാൾ നടത്തി വഴിനീളെ കുരുത്തോല കെട്ടി ലൈറ്റ് അറേഞ്ച് ചെയ്ത് യേശുവിൻ്റെ അമ്മയോ യേശുവോ പോലും പോകാത്ത ആചാരങ്ങളിലേക്ക് കടത്തിവിടുമ്പോൾ ഓർത്തോണം, സാത്താന്റെ അതിവിദഗ്ധമായ തന്ത്രത്തിൽ യേശുവിന്റെ പേര് പറഞ്ഞ് കുടുക്കിയിട്ട് സത്യോപദേശത്തിലേക്ക് വരാതെ പൗരോഹിത്യ മേലാളന്മാർ ജനത്തെ വഞ്ചിക്കുകയാണ്. സ്തോത്രം. ഞാനിതിങ്ങനെ പ്രസംഗിക്കുന്ന എൻ്റെ വലിയപ്പച്ചൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ പള്ളിയിൽ അച്ഛൻ, CSIയിൽ അച്ഛനായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല, വഞ്ചിക്കപ്പെടരുത്. പൗരോഹിത്യം തീർന്നു. ലേവിയ പൗരോഹിത്യം, കയ്യപ്പ പുരോഹിതൻ കുപ്പായം വലിച്ച് കീറിയതോടുകൂടെ തീർന്നു. ആമേ. രണ്ടാമതൊരു സ്ഥലമുണ്ട് തീർന്നെന്ന് തെളിയിക്കാൻ. ആമേ. എന്നോട് പരിശുദ്ധാത്മ പേഴ്സണലായി സംസാരിച്ച കൂറിൻ്റെ ക്രമപ്രകാരം ചീട്ട് വീണ് നീതിമാനായിരുന്ന സക്കരിയാവ് തൻ്റെ ഭാര്യ, അവർ രണ്ടുപേരും നീതിമ ഉള്ള വ്യക്തികളായിരുന്നു, കുടുംബം. അദ്ദേഹം മഹാപുരോഹിത സ്ഥാനം എടുത്തുകൊണ്ട് ആണ്ടിലൊരിക്കൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിൻ്റെ രക്തം കിണ്ണത്തിലെടുത്തുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് നിൽക്കുമ്പോൾ ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്നു. അയാളോട് ദൂത് പറഞ്ഞു, നിനക്കൊരു മകൻ തരും, ലഭിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം തലമുറ ജനിക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയിരുന്നു. പുള്ളി പെട്ടെന്ന് അവിശ്വസിച്ചപ്പോൾ ദൂതൻ തന്നെ ഒരു വിധി പറഞ്ഞു. ഈ ദൂത് നിവർത്തിക്കുന്നിടം വരെ, സംഭവിപ്പാനുള്ള ഈ ദൂത് നിവർത്തിക്കുന്നിടം വരെ നീ ഊമനായിരിക്കും. തിരിച്ചു വന്നിട്ട് ഇറങ്ങി വന്ന് പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തോട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനത്തോടെ മടങ്ങിപ്പോകാം എന്ന് പറയേണ്ട പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തിരിഞ്ഞു നടന്ന് പ്രാകാരത്തിന്റെ അടുക്കൽ വരാറായപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ മേല. അദ്ദേഹം ശലോം എന്ന് പറയേണ്ട പകരം നാക്ക് ബന്ധിക്കപ്പെട്ടവനായി കൈവിരൽ കൊണ്ട് ആക്ഷൻ കാണിച്ച് സമാധാനം പറയുമ്പോൾ അകത്തോട്ട് മിണ്ടിക്കേറിപ്പോയവൻ പുറത്തോട്ട് മിണ്ടാതെ ഇറങ്ങി വരുമ്പോൾ ഓർത്തോണം, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയുടെ ദൈവം അവിടെ വെച്ചടച്ചിട്ട് അവന്റെ സന്തതിയുടെ വാ തുറക്കുകയാണ്. അവൻ വിളിച്ചു പറയുന്ന അപ്പന്റെ കയ്യിലിരിക്കുന്ന കിണ്ണത്തിലെ ചോരയല്ല, മറിച്ച് ലോകത്തിന്റെ പാപത്തെ ചുമക്കൊതിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന് യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അവൻ കുപ്പായ വിട്ടില്ല, ഒട്ടകരോധം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കട്ടുതനും വെട്ടിക്കിളിയും വച്ചിച്ചുകൊണ്ട് മരുഭൂമിയിലെ ശബ്ദമായി ക്രിസ്തുവിനെ വഴിയൊരുക്കിക്കൊണ്ട് പറയുകയാണ്, അവൻ ഇത് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അനൂപേ മോനെ എൻ്റെ ടവലൊന്നും എടുത്തോണ്ട് വണ്ടിക്കകത്ത്. സ്തോത്രം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിച്ചാൽ. സ്തോത്രം. ശ്രദ്ധിക്കുക. ആമേൻ. ഈ യോഹന്നാൻ സത്യത്തെ അപ്പനെതിരും കൂടെ പറഞ്ഞു. അപ്പനെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല, പക്ഷേ അപ്പൻ്റെ ശുശ്രൂഷയുടെ കടയ്ക്ക് കാത്തിവെക്കുന്ന വാക്കാ യോഹന്നാൻ പറഞ്ഞു. അതിനാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിനാ അപ്പന് കൊള്ളുന്നത്. അപ്പൻ ഇസ്രായേലിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ആട്ടുകൊറ്റനും കാളക്കടാവും കുറുപ്രാവിൻ്റെയൊക്കെ രക്തം കിണ്ണത്തിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ, സ്തോത്രം, യോഹന്നാൻ സക്കരിയാവിൻ്റെ സന്തതി നിന്നോട് പറയുക, എൻ്റെ അപ്പൻ ഇസ്രായേലിൻ്റെ മാത്രം കാറ്റഗറി തിരിച്ച് പാപപരിഹാരത്തിന് പരിപാടി നടത്തിയിട്ടും നിത്യമായി പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതെ പോയപ്പോൾ ഈ ഞാൻ വിളിച്ചു പറയുന്നത് എൻ്റെ അപ്പൻ്റെ പിന്തുടർച്ചയല്ല, പാരമ്പര്യമല്ല. എൻ്റെ അപ്പൻ്റെ ലേവിയ പൗരോഹിത്യത്തിന്റെ കടക്ക് കത്തിവെച്ചിട്ട് യഹൂദ ഗോത്രത്തിലെ പിറന്നവൻ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഉയർത്തു വരാൻ പോവുകയാണ്. പൗരോഹിത്യത്തിന് വഴിമാറ്റം
വരുന്നു, അവൻ കുപ്പായം കീറുന്നു, അംശവടി പൊളിയുന്നു, അവൻ മുഖ്യാസനം പൊളിയുന്നു. മറിച്ച് അവൻ കാൽവറിയിൽ സ്വന്തം ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ രംഗപ്രവേശത്തിന് അറുക്കപ്പെട്ട കുഞ്ഞാട് വഴിയൊരുക്കുകയാണ്. ഇവിടെയുള്ള CSIക്കാരനും മർത്തോമക്കാരനും കത്തോലിക്കനും എല്ലാം ബൈബിൾ കേൾക്കണം. അവൻ മൗഢ്യമായ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് പുറകെ പോയി, പാരമ്പര്യങ്ങളുടെ പുറകെ പോയി ജീവിതം തുലയ്ക്കരുത്. ഇനി സമയമില്ല കേട്ടോ. വലിയ സൗദങ്ങളല്ല വേണ്ടത്, പെരുന്നാളുകളല്ല വേണ്ടത്. സ്തോത്രം. ഇത് പറയാനാ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടത്. അതിനാ ഞാൻ സമയം ചോദിച്ചത്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരണം വായിച്ച വാക്യം തന്നെ പറയണമെന്നില്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ ദേശത്തോട് അറിയിക്കാനുള്ളത് പരിശുദ്ധാത്മാവ് അറിയിക്കും. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നവർ വെറുതെ മടങ്ങിപ്പോകത്തില്ല. ഈ ശബ്ദം കേൾക്കുന്നവരുടെ അകത്തെ പിശാച് പിടിമുറുക്കി വെച്ച കെട്ടുകളെ, പാരമ്പര്യത്തിൻ്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ കർത്താവ് ഇന്ന് രാത്രി നാളുകളായി ജനത്തെ വഞ്ചിക്കുന്ന മതാരാധനയുടെ കയറുകളെ, ആമേൻ, ബൈബിളിന്റെ പേര് പറഞ്ഞു തന്നെ ജനത്തെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന പൗരോഹിത്യ കയറുകളെ ദൈവം അഴിച്ചുകളയും. കാരണം സത്യവചനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ജനത്തെ ദൈവം നയിക്കാൻ പോവുകയാണ്. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരു ജീവ പുസ്തകത്തിൽ ഉന്മയായിരുന്നു എഴുതിയിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ സമം അത് തന്നാകെ അയക്കും നിന്നെ. ഉല
ചിന്തിക്കാതെ, സമയം പാഴാക്കാതെ മടങ്ങി വരുവാൻ, സത്യവചനത്തിലേക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന യഥാർത്ഥ ഉപദേശത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഇതൊക്കെ പൊതിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല, ജീവൻ കൊടുത്ത് പറയേണ്ട കാര്യമാണിത്. ഇത് ജീവൻ തന്ന് ഒടയ്ക്ക തുടങ്ങിയതായതുകൊണ്ട് ജീവൻ കൊടുത്ത് ശുശ്രൂഷിക്കാൻ രംഗത്തിറങ്ങട്ടെ അനേകരെ. ആരെയും സുഖിപ്പിക്കാൻ ഇനി സമയമില്ല. നിർണായക സമയം മാത്രമേ ഉള്ളൂ. യേശുവിന്റെ വരവിന് വേണ്ടി യേശുവിനെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ കൽപ്പനകളെ അനുസരിക്കാത്ത, അവന്റെ ഇഷ്ടം ചെയ്യാത്ത ഒരുത്തരും അവന്റെ മക്കളാവില്ല. അഥവാ മറിയാമ്മച്ചി ഉദരം കൊടുത്തിട്ട് പോലും സഭയുടെ ഭാഗമാകാൻ രക്ഷകനെ കണ്ടെത്തേണ്ട വന്നു. ഉദരത്തിൽ ജനിച്ചവനെ രക്ഷിതാവായി കണ്ടതുകൊണ്ടാണ് യേശുവിനെ സ്വീകരിച്ചതുകൊണ്ടാണ് യേശു പറഞ്ഞതാണ് മറിയയും അനുസരിച്ചത്. മറിയ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ മുന്നിൽ വരരുത് ദയവേത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ദയവേത് എൻ്റെ അടുത്തോട്ട് വരരുതെന്ന്. മറിയാമ്മച്ചി എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ആളുകളെ ഇനി എന്നാ പറഞ്ഞ് മനസ്സിലാക്കാനാ? യേശുവിൻ്റെ ആദ്യ ഐഹിക ശുശ്രൂഷയിൽ തന്നെ മറിയാമ്മച്ചി പറഞ്ഞു, ഒരു റെക്കമെൻഡേഷനോടെ നടക്കില്ല. സ്തോത്രം. ഒരു റെക്കമെൻഡേഷനും ഇല്ല യേശുവിൻ്റെ മുമ്പിൽ. വ്യക്തിപരമായ ആർക്കും അടുത്തിയല്ല, ആർക്കും യേശുവിനെ സ്പർശിക്കാം. താൻ ഐഹിക ശുശ്രൂഷ ചെയ്ത കാലത്തെ ജനം തിന്നതുകൊണ്ട് പലർക്കും അടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൈനീട്ടി അവൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ടവർക്കും അവൻ്റെ ശക്തി പുറപ്പെടുവിച്ച് വിടുതൽ കൊടുത്ത യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തെ പണിത് വെച്ചിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ 5 ചുവടി പറയുന്നുണ്ട് കൈ തൊഴുതിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ദൈവത്തെ അല്ല ഞാൻ പറയുന്നത്. തൻ്റെ മഹത്വം വിട്ടിട്ട് നമ്മുടെ ശരീരം എടുത്ത് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്കൊപ്പം സഞ്ചരിച്ച, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവാണ് എൻ്റെ ദൈവം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് പൗരോഹിത്യം ജനത്തെ വഞ്ചിക്കുകയാണ്. യോഹന്നാൻ പറയുകയാണ്, 3 തിരിച്ച യെരൂശലേം ദേവാലയത്തിൽ ഇനി യഹൂദന്റെ പാപത്തിന് പോലും പരിഹാരം വരുന്നില്ല. അത് കൃത്യമായി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പരിഹാരം വന്നില്ല, വരുത്താൻ കഴിഞ്ഞില്ല. പിന്നെന്താ? എബ്രായ ലേഖനം പറഞ്ഞു, പാപത്തിന് മറയിടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പാപ പരിഹാരം ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിഞ്ഞില്ല. പാപത്തിന് മറയിട്ടു ഒരു അനുഭൂതി, ഒരു വട്ടം ചെയ്ത പാപത്തിനൊരു പരിഹാരം ഉണ്ടായെന്നൊരു അനുഭൂതി. ഇത് പൗരോഹിത്യത്തിന് മാത്രമല്ല, കെട്ടും കെട്ടി ഏത് മലയിൽ പോയാലും ആ ഒരു വർഷത്തേക്കൊരാശ്വാസം, ഒരു വട്ടം ചെയ്തതിനൊരു പരിഹാരം ഇല്ല. നിത്യമായി പാപം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശ് മാത്രമാണ്. സ്തോത്രം. ഒരു പുണ്യസ്ഥലത്ത് പോയാലും ഒരു വിഷയത്തിനും നിത്യമായൊരു പരിഹാരം ഉണ്ടാകത്തില്ല. ഒരു പെന്തിക്കോസ് പള്ളിയിൽ പോയാലും ഉണ്ടാകില്ല. ഞങ്ങൾ അതിനല്ല പള്ളി വരുന്നത്. ഞങ്ങളെ പെന്തിക്കോസ് ചർച്ചിൽ ഒന്നിച്ചുകൂടി ആരാധിക്കുന്നത് പാപപരിഹാരത്തിനല്ല, എന്നേക്കും പാപ പരിഹരിച്ചവനെ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് വചനത്താലും ആത്മാവിനാലും ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്ന രക്ഷ ഗണ്യമാക്കി ആരാധിക്കാനാണ് ഞങ്ങളിവിടെ വരുന്നത്. സ്തോത്രം. അല്ലെ വചനം വായിക്ക്. അപ്പോസ്തലപ്രവൃത്തിയിൽ അടയാളം വെച്ചിട്ട് എബ്രായർ 2 മുതൽ വായിച്ച് ആളുകൾ കേൾക്കട്ടെ. ഇതൊക്കെ നമ്മൾ മാത്രം വായിച്ചാൽ പോലെ നാട്ടുകാർ കേൾക്കട്ടെ. എബ്രായർ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ടുവന്നു. എബ്രായർ 2:1 മുതൽ താട്ട് വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഒന്നും കൂടെ വായിച്ചേ. അത് തന്നെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്, അതുകൊണ്ട് ഇതിന്റെ അകത്ത് വന്നവർ ഇനി തിരിച്ചൊഴുകി പോകാതിരിക്കേണ്ടതിന് അത് ഓർത്തോണം. ഒഴുകിപ്പോകുക എന്നുള്ള പദം പിന്മാറ്റത്തിൽ പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. അകത്തായതുകൊണ്ടൊരു ചോദ്യം കൂടെ ചോദിക്കാം. ആരാ എന്തൊഴുകിപ്പോകാതിരിക്കാനാ? അതാ നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പം വായിച്ച വാക്യം തന്നെ തെറ്റിച്ചില്ലേ നമ്മൾ പറഞ്ഞപ്പം? നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കുക. വചനം അങ്ങോട്ട് ഒഴുകിപ്പോകത്തില്ല. എല്ലാവരും പറയുന്നത് വചനം ഒഴുകിപ്പോയിരിക്കാൻ അല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനം മാറില്ല, എങ്ങോട്ട് ഒഴുകിപ്പോകത്തില്ല. വചനം സ്ഥിരമാണ്. ഞാൻ ഈ അന്തരീക്ഷത്തിൽ പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാർ പ്രസംഗിക്കുന്ന വചനമൊക്കെ ഇവിടെ റെക്കോർഡാണ്. കർത്തൃദാസൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രകൃതി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. പ്രകൃതി റെക്കോർഡാണ്. ശാസ്ത്രം വരെ അത് കണ്ടുപിടിച്ചു. അന്തരീക്ഷത്തിൽ സംസാരിക്കുന്ന അതിനെ തിരിച്ച് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെ ആയിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളുകളായി നമ്മുടെ പിതാക്കന്മാരടക്കം പ്രസംഗിച്ചു വന്ന ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രകൃതി മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ ഇവിടെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ശരിയല്ലാത്ത കാര്യമല്ല. കഴിവതും യോഗങ്ങൾ, പ്രസംഗങ്ങൾ എല്ലായിടത്തും എത്തിക്കണം. ഞാനത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. ചെങ്ങന്നൂരിൽ നിന്നൊരു സഹോദരൻ എന്നെ രാവിലെ കിടക്കപ്പ എന്ന് വിളിച്ചിരുന്നു. ഞാനാണെങ്കിൽ വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിൽ വന്നത്. പുള്ളി ഒരു 8 മണിയായപ്പോൾ മുതൽ എനിക്ക് മെസ്സേജ് ഇട്ട് വിളിക്കുക. അവസാനം ഞാൻ ക്ഷീണിച്ച് ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ രാത്രി 8 മണിയായി. അതുപോലെ ക്ഷീണമാണ്, തുടർമാന യാത്രകളാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം പറയാം, പാസ്റ്റർ, ഞാനൊരു CSIക്കാരനാണ്, ചെങ്ങന്നൂർ കൊഴുവല്ലൂരാണ് എൻ്റെ വീട്. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് കൺവെൻഷന് പ്രസംഗിക്കുന്ന ഒരു ലൈവ് ഞാൻ കണ്ടു, ഇന്ന് രാവിലെ കേട്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ഇതൊന്നും പാഴാകത്തില്ല. ആരുടെയെങ്കിലും നെഞ്ചത്തിത് തറച്ചിട്ട് അവനെ ദൈവം പിടിക്കും. മാധ്യമങ്ങളൊക്കെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യും. സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്യണം. അവസാനത്തെ ആൾ രക്ഷിക്കപ്പെടുമ്പോൾ, ജാതികട സംഖ്യ തികയുമ്പോൾ കാഹളം ധ്വനിക്കും. അതെല്ലാം പറയാൻ സമയമില്ല, ഞാൻ തിരിച്ചു വരികയാണ്. സ്തോത്രം. ഇവിടെ വായിച്ച കേട്ടോ എബ്രായ ലേഖനത്തിൽ. ഇനി കേട്ടവർ ഉറപ്പിച്ച് തന്നാൻ തെളിയിക്കാം. വായിച്ചോ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്. ആരൊഴുകി പോകാതിരിക്കണേ? വചനം അവിടെ നിൽക്കും, പോകുന്നത് നമ്മളാ. സ്തോത്രം. നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എന്താ ഈ കേട്ടത്? കേട്ടത് സുവിശേഷം. എന്താന്ന് സുവിശേഷത്തിന് എബ്രായ ലേഖനം കൊടുത്തിരിക്കുന്ന പദം സദ്വർത്തമാനമെന്ന്. അതും തെളിയിക്കാം. 4-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിച്ചു. ഇതെല്ലാം അടുക്കിന് പറഞ്ഞാലേ ശരിയാത്തോളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ, പുറത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. വായിച്ചു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും മരണാനന്തര ജീവിത സ്വസ്ഥതയിലേക്കും പ്രവേശിക്കാൻ വാഗ്ദത്തം അടുത്തിരിക്കയാൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് ലഭിക്കാതെ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അടുത്തതായി, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എബ്രായ സഭയിൽ രക്ഷിക്കപ്പെട്ടു വന്നവരോട് പറയാണ്, മരുഭൂമിയിൽ സഞ്ചരിച്ചു വന്ന ഇസ്രായേൽ സഭയ്ക്ക് 40 വർഷം സദ്വർത്തമാനം കേട്ടു. എന്തായിരിക്കും മരുഭൂമിയിലെ സഭ കേട്ട സദ്വർത്തമാനം? നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. മിസ്രയീം മുതൽ അറുക്കപ്പെട്ട ആടിന്റെ രക്തത്തെ കുറിച്ചും ആ രക്തത്തിന്റെ ചോരത്തലയുടെ രക്ഷയെ കുറിച്ചും അറിഞ്ഞും അനുഭവിച്ചും സംഹാരം ചെയ്യുന്ന രക്ഷപ്പെട്ട ജനം സദ്വർത്തമാനം കേട്ടു, അഥവാ സുവിശേഷം കേട്ടു. സുവിശേഷം എത്താത്ത തല എവിടെയുള്ളേ? പാതാളത്തിൽ വരെ എന്ത് പ്രസംഗിച്ചു? സുവിശേഷം പ്രസംഗിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. യേശു മരിച്ചിട്ട് അടക്കപ്പെട്ടു എന്നില്ല. നമ്മൾ ചുമ്മാ പറഞ്ഞാൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. അടക്കപ്പെട്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ വേദപുസ്തകം അടക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല. ദാവീദിന്റെ സന്തതി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റെന്നേ ഉള്ളൂ. അടക്കപ്പെട്ടെന്ന് എഴുതാഞ്ഞത് മറന്നുപോയതല്ല, അടങ്ങി അവിടെ ഇരുന്നില്ല, അവൻ പാതാളത്തിലേക്ക് പോയതുകൊണ്ട് അത് എഴുതാൻ. അടക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വരാതെ ഇനി കാഹളം ധനിക്കുന്നവരെ കേട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആളല്ല കർത്താവ്. ദ്രവത്വം കാണാത്ത പരിശുദ്ധ ശരീരം അത് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ബദ്ധന്മാരെ വിടിവിക്കാൻ പാതാളത്തിൽ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാതാളത്തിലെ സുവിശേഷം എന്തായിരിക്കും? പാതാളത്തിൽ എന്താ? യേശു അല്ലേ സുവിശേഷം. യേശു എന്ത് പ്രസംഗിക്കാനാ?
യേശുവാ സുവിശേഷം. ദാവീദിൻ്റെ സന്ധ്യയെ ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്ത് ഒഴുകാതാകുന്ന സുവിശേഷം. ഇനി യേശു പോയിട്ടൊന്ന് പ്രസംഗിക്കാനാ? യേശു പാതാളത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചെന്ന് പച്ചക്ക് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ എന്തായിരിക്കും സുവിശേഷം? പറയാം. ആമേൻ. യേശുവിനെ കാണാതെ, യേശുവിനെ ആരാഞ്ഞിട്ടും യേശുവിനെ കണ്ടെത്താതെ മരിച്ചുപോയ പഴയ നിയമ ഭക്തന്മാർ പാതാളത്തിലുണ്ട്. സ്തോത്രം. അതൊക്കെ നിന്ന് പഠിപ്പിക്കേണ്ട വിഷയമാണ്. അവൻ ഇപ്പം തന്നെ സംശയങ്ങളുടെ നെല്ലിലേക്ക് ചിലർക്ക് ബൈബിളുമായിട്ട് ബന്ധമില്ലാത്തൊരു പെട്ടെന്ന് കുഴയും. എന്നാലും ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടത് ബൈബിളൊന്നും വായിച്ചെങ്കിലും നന്നാകട്ടെ. സ്തോത്രം. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പാസ്വേഡ് നമ്പർ പാസ്വേഡ് ചോദിച്ചിട്ട് എന്നെ വിളിക്കാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അല്ലാത്തൊരു വിളിയൊന്നും വേണ്ട. അപ്പം വചനത്തിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ പാസ്റ്റർമാർ ഇവിടെ ഉണ്ടല്ലോ, അവരത് പറഞ്ഞു തരും. സ്തോത്രം. അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവമാണ്. ബൈബിളൊന്നും നമ്മുടെ തലക്കെട്ട് കിടന്ന് വെച്ച് കിടന്ന് ഭയം കെട്ടാതിരിക്കാൻ ഉറങ്ങേണ്ട പുസ്തകമല്ല. കാര്യഗൗരവമായി വചനത്തോട് അടുത്തിട്ട് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു തരണം. ഒരുവൻ പൊരുൾ തിരിക്കാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ പൊരുൾ തിരിക്കണമെങ്കിലോ ഒരാൾക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പഠിക്കണം. പോത്തുപോലെ കിടന്നുറങ്ങുന്നവർക്ക് പൊരുൾ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. രാത്രി കുത്തിയിരുന്ന് ഉറക്കം ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നവർക്കേ പൊരുൾ തിരിക്കാൻ പറ്റും. ഇനി ധ്യാനിക്കാത്തവർ പ്രസംഗിക്കുക, അവൻ വന്ന് പൊട്ടത്തരം പറഞ്ഞിട്ട് കാശും മേടിച്ചിട്ട് വീട്ടിൽ പോകും. വചനം വായിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഉപദേശിമാർ വന്നു പറഞ്ഞാൽ ബൈബിൾ വായിപ്പിച്ചിട്ട് പറയും ആദ്യം ബൈബിൾ അടയ്ക്കാമെന്നാണ് പറയുന്നത്. കാരണം ഇനി പറയാൻ പോകണം അതിലെ കേസല്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ചോദിക്കൂ, മിക്ക പാസ്റ്റർമാർ വന്നിട്ട് ആദ്യം ബൈബിൾ ഒരു വാക്യം വായിച്ചിട്ട് ബൈബിൾ അടയ്ക്കാം, പിന്നെ കണ്ണടയ്ക്കാം, പ്രാർത്ഥിച്ചിട്ട് അവൻ ഇഷ്ടമുള്ളവൻ പറയുക. ഒരിക്കലുമല്ല. കർത്താവ് പോലും ബൈബിൾ വായിച്ചു, തുറന്നു വെച്ചു, പുസ്തകം തുറന്നു വായിച്ചു, പ്രസംഗിച്ചു. സ്പഷ്ടമായും തെളിവായും പ്രസംഗിക്കണം. ഇല്ലെങ്കിൽ ഈ പരിപാടി നിർത്തണം. നമ്മൾ തിരുവട്ടാ കൃഷ്ണൻകുട്ടിയുടെ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ പുറേ 10 പദങ്ങളും പഠിച്ചിട്ട് വന്ന് തകർത്ത് വിടുന്നൊന്നുമല്ല സുവിശേഷം. അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാകട്ടെ, അവർ പുറത്ത് പോയി പ്രസംഗിക്കട്ടെ. സഭയ്ക്കകത്തും ദൈവജനം രക്ഷപ്പെടണമെങ്കിലും നമ്മുടെ സിമ്പിളായ ഭാഷയിൽ പച്ചയ്ക്ക് കാര്യം പറഞ്ഞു പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൗലോസിന് ജ്ഞാനവിജ്ഞാനട്ടല്ല, പുള്ളിയുടെ വാക്കുകൾ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു. കാരണം ജനം രക്ഷപ്പെടണം. ജനം ശാസ്ത്രം കൊണ്ട് രക്ഷപ്പെടത്തില്ല. ജനത്തിന് രക്ഷപ്പെടണേ പച്ചയ്ക്ക് കാര്യം പറയണം. വാസക്ക് പറഞ്ഞാൽ മനസ്സിലാകും. നാടൻ അടി എന്ന് പറഞ്ഞാൽ വേറെയാണ്. ആ ഒരു ബോധം വെക്കണമെന്നല്ല, കൈയും കിട്ടുമെന്ന് വെച്ച് അടിക്കും. അതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് ആരെയും നോക്കാതെ, ഒരു BJP-ക്കാരനെയും പേടിക്കാതെ, ഒരു കത്തോലിക്കനെയും പേടിക്കാതെ നല്ല നാടൻ പരിപാടി നടത്തിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ തിരിച്ച് ദൈവം വിട്ടാൽ വീട്ടിൽ പോകണം. അത്രേ ഉള്ളൂ. ദൈവം വിട്ടാൽ പോവുകയും ചെയ്യും. ഏത് പുള്ളികൾ വളഞ്ഞാലും ദൈവം വിട്ടാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോയെന്നുണ്ടല്ലോ, നിങ്ങൾ വിടത്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും. അത്രേ ഉള്ളൂ. അത്രയ്ക്ക് കോൺഫിഡൻസ് ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏത് സ്ഥലത്തും അവനെക്കുറിച്ച് ധൈര്യത്തോടെ പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വായിച്ചതാലോട്ട്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. എന്ത്? സദ്വർത്തമാനം കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. അപ്പോൾ സുവിശേഷത്തിന് ഇസ്രായേൽ സഭയ്ക്ക് സുവിശേഷം എന്ന് പറഞ്ഞത് സദ്വർത്തമാനം. അവർക്ക് വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഈ വചനം ഉപകാരമല്ലാതെ വരും. ഇത് കേട്ടിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ഉപകാരമല്ലെങ്കിൽ പിന്നെന്താ ഉണ്ടാകുന്നത്? പച്ചയ്ക്ക് യൂദ എന്നതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമായി പരിണമിക്കാത്തവർക്ക് നാശമെന്നാണ് യൂദ പറഞ്ഞു. അവർ രക്ഷപ്പെട്ടിട്ടും നശിച്ചു പോയി. വിശ്വാസത്തെ ബോധിപ്പിക്കും. ഇതെല്ലാം പറയാൻ സമയമാണ്. പെട്ടെന്ന് യൂദ 1-5 കൂടെ യൂദ 5 കൂടെ വായിച്ചു. അതിൻ്റെ അകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ അവിടെയാണ് കിടക്കുന്നത്. യൂദ 5. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും. ഇസ്രായേൽ ജനം അതുപോലെ തന്നെ ദൈവസഭ, നിങ്ങളോ രക്ഷിക്കപ്പെട്ടന്ന് മുതൽ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും. ഈ സകലവും അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്നാ? എനിക്ക് 47 വയസ്സ് പകുതി കഴിഞ്ഞു. എൻ്റെ അറിവ് 30 വർഷത്തെ അറിവല്ല. ലോകാരംഭം മുതൽ എനിക്കറിയാം. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവർ ലോകാരംഭം മുതൽ അറിയാവുന്ന വചനം പറഞ്ഞിരിക്കുന്നു. അതെവിടെ വാക്യം? കൊഴിയും. റോമാലേഖനം 1:18 മുതൽ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ എല്ലാവർക്കും അറിയാം. വായിച്ചു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. സകല മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ച് അറിയാം. അവർക്കത് വെളിവായിരിക്കുകയാണ്. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവം തന്നെ അവർക്ക് സകല മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ച് ദൈവം വെളിവാക്കിയിട്ടുണ്ട്. അവന്റെ നിത്യശക്തി അദൃശ്യ വായിച്ചു ദിവ്യത്വമായ അവന്റെ അദൃശ്യ ലക്ഷണം, ദൈവത്തിന്റെ ദൃശ്യമല്ലാത്ത അദൃശ്യ ലക്ഷണങ്ങളെ ലോക സൃഷ്ടി മുതൽ എന്ന് മുതലാ
ലോക സൃഷ്ടി മുതൽ ലോകാരംഭം മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി ദൈവപ്രവർത്തികളാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ പ്രവർത്തികളാൽ. അപ്പോൾ ആ പ്രവർത്തികളെ നോക്കിയിട്ട് പറയാം ദൈവം ഇല്ല, ഇതൊക്കെ പൊട്ടിത്തെറിച്ചുണ്ടായെന്ന് പറഞ്ഞാൽ നിന്നെ വിഡ്ഢിയെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുന്നത്? ഒരു വലിയ ശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീണപ്പോൾ അതുണ്ടായി ഇതുണ്ടായി എന്ന് പറഞ്ഞാൽ നിന്നെ വിഡ്ഢിയെന്നല്ല തന്നെ വിളിക്കുന്നത്. പിന്നെ കുറച്ച് പേര് നിരീശ്വരവാദികളായി, പിന്നെ കുറച്ച് പേര് അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യാവിഷ്കരണം നടത്തി. അത് അന്ധൻ ആനയെ കാണാൻ പോയവരായിപ്പോയി. ഒരുത്തൻ ചെന്ന് കാലയെ പിടിച്ചു ആനയുടെ, ഒരുത്തൻ ചെന്ന് മുക്കേക്ക് പിടിച്ചു, ഒരുത്തൻ ചെവിയെ പിടിച്ചു, ഒരുത്തൻ ദേഹത്ത് തൊട്ട് നോക്കിയല്ലേ, വാലയെ പിടിച്ചു. വാലയെ പിടിച്ചവൻ പറഞ്ഞു ചൂല് പോലിരിക്കുന്നു, ദേഹത്ത് തൊട്ടവൻ പറഞ്ഞു പാറ പോലിരിക്കുന്നു, അവൻ കാലയെ പിടിച്ചവൻ പറഞ്ഞു തൂണ് പോലിരിക്കുന്നു, ചെവിയെ പിടിച്ചവൻ പറഞ്ഞു മുറവാ ദൈവം ആനയെന്ന്. കണ്ടോ? ഇതുപോലെ ഈ ദൈവം വെളിവാക്കി തന്നിട്ടും ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാത്തവൻ ദൈവത്തെ ദൃശ്യാവർഷണം നടത്തി അതിനെ ദൃശ്യമാക്കി എടുത്തപ്പോൾ എടുത്തവനെല്ലാം അബദ്ധം പറ്റി. അതാ താഴോട്ട് വായിച്ചു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അവർ അദൃശ്യ ലക്ഷണപ്രകാരം ദൈവത്തെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയത് അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. തങ്ങൾ ദൈവത്തെ കുറിച്ച് നിരൂപിച്ചു. അവിടെ ഒന്ന് നിൽക്കണം. ഓരോ മനുഷ്യനും നിരൂപിക്കുക ദൈവം ഇതാന്ന്. നിരൂപിച്ചവന്റെ മുമ്പിൽ നിരൂപണത്തിൽ എന്തു വന്നോ അതിനെ അവൻ ദൈവമാക്കി. അന്ന് നിരൂപിച്ചുണ്ടാക്കിയതിനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ലിംഗം വരെ നിരൂപിച്ച് ദൈവമായി. മനസ്സിലായി? ഇത് പച്ചയ്ക്ക് പറയുക. സ്വത്രം ഏറ്റവും വലുത് തിരുവനന്തപുരത്ത് പണിത് വെച്ചിട്ടുണ്ട്. എത്ര വിഡ്ഢിത്തരമാണ് മനുഷ്യൻ കാണിക്കുന്നത്. മനുഷ്യലിംഗം വരെ ആരാധനയ്ക്ക് മാറ്റിയ ശാസ്ത്രം വളർന്നെന്ന് പറയുന്ന മനുഷ്യ, നീ എത്ര വിഡ്ഢിയാണ്. ദൈവം ഒരിക്കലും ലിംഗമല്ല, പാമ്പല്ല, പഴുതാരയല്ല. ദൈവം അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവസ്ഥിതിയനാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവൻ ഭൂമിയിലേക്ക് അവതരിച്ചത് പാമ്പും പഴുതാരയുമായല്ല, മനുഷ്യനായി അവതരിച്ചു. ദേവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ഓ ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ബലമാത്മ്യം നാവാൻ വർണ്ണ്യമോ. ദൈവകരുണയിൻ ബലമാത്മ്യം നാവാൻ വർണ്ണ്യമോ. ഓ പരമസമ്പന്നനി ധരണിയിലെ ദരിദ്രനായി തീർന്നു മനസ്സാ. പരമസമ്പന്നനി ധരണിയിലെ ദരിദ്രനായി തീർന്നു മനസ്സാ. നിരുപമ
ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ വർണ്ണിക്കാൻ ആമേൻ ഒന്നിൻ്റെ രൂപത്തോട് സാദൃശ്യപ്പെടുത്താൻ കഴിയാതെ പാട്ടുകാരൻ വിശ്വാസത്താൽ പറയുകയാണ്, നീ തീർത്ത ആമേൻ പഴുതാരയും പല്ലിയും പാമ്പും ആമേൻ ലിംഗവും ഒന്നല്ല ദൈവം. അവൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ പോലും വാക്കുകളില്ലാത്ത രൂപമാണ്. ആമേൻ. അവനെ കണ്ടാൽ ആമേൻ രൂപം വിവരിക്കാൻ ഇത്രയേ ഉള്ളൂ. അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ, ആമേൻ തലമുടി ഹിമം പോലെ വെളുത്തവൻ, ആമേൻ വെള്ളോടിന് സദൃശ്യം കാൽപ്പാലങ്ങളുള്ളവൻ, മാനത്ത് പെൺകച്ച കെട്ടിയവൻ, അവൻ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട് സദൃശ്യം കാൽപ്പാലുള്ളവൻ, ഇരുമനവാൾ വായിൽ പുറപ്പെടുന്നവൻ, നസറേയനായ യേശു അവൻ ഇന്ന് രാത്രി ഈ ആലയത്തിന് നടുവിൽ വന്നിട്ടുണ്ട്. വെറുതെ വന്നതല്ല, നിന്നെ അവന്റെ സ്നേഹത്തിന്റെ പാശം കൊണ്ട് പിടിക്കാൻ, അവന്റെ നിത്യരക്ഷ നിനക്ക് തരുവാൻ, അവന്റെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന വിശ്വാസ സ്നാനത്തിലേക്ക് നയിക്കുവാൻ അവൻ ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. അവനെ ഞാനിവിടെ ഉയർത്തുന്നത്, അവനല്ലാതെ വേറൊരു ദൈവമില്ല. സ്തോത്രം. വായിച്ചോ മോളെ റോമാലേഖനം താഴോട്ടെ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നിരൂപണത്തിൽ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാണ്, ഞാൻ MBBS എടുത്ത ആളാ, പക്ഷേ വിവരമില്ല. സ്തോത്രം. അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യാവിഷ്കരണം നടത്തി പാളിയതോടുകൂടെ ദൈവം പറഞ്ഞു, നീ വിവരമില്ലാത്തവനാ. നീ MLA MBO LLBO ഏതൊക്കെ സ്ഥാനമെത്തിയാലും ദൈവം ഏതാണെന്നറിയാതെ വെല്ലൊന്നിൻ്റെ മുമ്പിൽ നമസ്കരിച്ച നിന്നെ ദൈവം വിളിക്കുന്ന വിഡ്ഢിയെന്ന്. നീ കണ്ടെത്തിയ ദൃശ്യാവിഷ്കരണമല്ല ദൈവം. അതെന്താണെന്ന് പറയാൻ വായിച്ചു. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയിക്കാത്ത ദൈവത്തിന്റെ തേജസ്സിനെ, അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അടുത്തത്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് പാപത്തിനായി ദൈവം മനുഷ്യനെ പിന്നെയും തള്ളിവിട്ടു. ദൈവം മനുഷ്യന്റെ നിരൂപണങ്ങളിൽ ദൃശ്യം ആവിഷ്കരിച്ചിട്ട് പരാജയപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ ദൈവം തന്നെ ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ ദൃശ്യം അയക്കുകയാണ്. അതെങ്ങനെ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൃശ്യാവിഷ്കരണം നടത്തിയ മനുഷ്യ, നീ ആവിഷ്കരിച്ചതൊന്നും ദൈവമല്ല. അതുകൊണ്ട് തന്നെ ദൈവം പറയാ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അടുത്തത്, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന. പിതാവിന്റെ മടിയിൽ നിന്ന് മലയാളത്തിലേ ഉള്ളൂ, ബാക്കി എല്ലാ ഭാഷാന്തരങ്ങളിലും പിതാവിന്റെ മാറിടത്തിൽ വസിക്കുന്നവൻ. മടി എന്നുള്ളത് വെട്ടിത്തിരുത്തി എഴുതണ്ട, അതങ്ങനെ കിടന്നോട്ടെ. ആമി മലയാളത്തിലെ പദത്തിലൊരു മിസ്റ്റേക്ക് മാത്രമെന്ന് പറഞ്ഞാൽ മതി, ബൈബിൾ തെറ്റല്ല. മാറിടത്തിൽ വസിക്കുന്ന പുത്രൻ.
നമ്മുടെ മലയാളത്തിൽ എഴുതിയപ്പോൾ അവർക്ക് അന്നേരം എഴുതിയവർക്ക് വാക്ക് കിട്ടിയില്ല. അവരെഴുതി പിതാവിൻ്റെ മടിയിൽ വസിക്കുന്ന പുത്രൻ. അതിനെ മനസ്സിൽ തിരുത്തുക, പിതാവിൻ്റെ മാറിടത്തിൽ വസിക്കുന്ന പുത്രൻ. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഒന്നേ ഉള്ളു, ഒന്നേകാലില്ല. അതെന്നെ അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറയുമ്പം സ്വോത്രം എങ്ങനെ പറയണം? സ്വോത്രം പറയാം. പിതാവിൻ്റെ മടിയിൽ ക്രിസ്തുവിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ സന്ദർഭം, ഈ വാക്യം പറയുമ്പോൾ എല്ലാവരും മടിയിലില്ല, ഏകജാതനായ പുത്രൻ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ആർക്കൊക്കെയോ പുത്രത്വം നഷ്ടപ്പെട്ടതോ? മുഴുവൻ മനുഷ്യൻ്റെയും പുത്രത്വം നഷ്ടപ്പെട്ടു. എവിടെ വെച്ച്? ഏദനി വെച്ച്. ഏദനി വെച്ച് പുത്രത്വം നഷ്ടപ്പെടുമ്പോൾ ആദാം ആരായിരിക്കണം? ദൈവപുത്രനായിരുന്നു, ദൈവത്തിൻ്റെ മകനായിരുന്നു. തെളിവെ വായിപ്പിക്കുന്നില്ല, വീട്ടിൽ പോയി മർക്കോസ് 3 വംശാവലിയുടെ എൻഡ് വായിക്കുക. കൈനാൻ ഏനോഷിൻ്റെ മകൻ, ഏനോഷ് ഷേത്തിൻ്റെ മകൻ, ഷേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിന് ആരായിരുന്നു? ഒരു പ്രതിമയല്ലായിരുന്നു, ഒരു ജീവിയല്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാ 5 ദിവസ സൃഷ്ടിപ്പുകളും നമ്മൾ നോക്കിയിട്ട് ഹൈ ലവ് യു, ബ്യൂട്ടിഫുൾ, അടുത്ത വർഷം ഇവിടെ പോകണം എന്ന് മൂന്നാറിലും ഊട്ടിയിലും ഒക്കെ ചെന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഒരിക്കൽ പോലും നമ്മളെ നോക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും ഗംഭീര സാധനം മനുഷ്യനാണ്. ഒരാളൊരിക്കൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മൊത്തം നോക്കിയ പുള്ളിക്ക് മനസ്സിലായി യെരുശലേമോ മൂന്നാറോ ഊട്ടിയോ കൊടൈക്കനാലോ വയനാടോ ഒന്നോ അല്ല ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും വലുത്. പുള്ളി ആ കണ്ണാടിയുടെ മുമ്പിൽ ഒറ്റ അലർച്ചയാണ്, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിൽ ഏറ്റവും ഭയങ്കരത്വം എൻ്റെ സൃഷ്ടിപ്പാണ്. ആ സൃഷ്ടിക്ക് പദവി കൊടുത്തു. ഞാൻ ദൈവം മാത്രമല്ല, ഞാൻ നിൻ്റെ പിതാവാ. നിനക്ക് ഞാനൊരു പദവി തരിക ആദാമേ, നീ എൻ്റെ മോനാ. സ്വോത്രം. ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരാണ് വല്ലോ കല്ലിൻ്റെ മുന്നിൽ നിന്ന് 10 അടി ഇപ്പുറന്നുണ്ട് ദൈവമേ കൈതൊഴാകാക്കുമാറാകണേ. കാരണം നിനക്ക് അപ്പാന്ന് വിളിക്കാൻ ഒരു രീതിയിലും പാപപരിഹാരം കിട്ടിയിട്ടില്ല. എന്നാൽ പാപം പരിഹരിക്കപ്പെട്ട വരുന്ന ക്രൂശുമരണത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ പുത്രൻ ഭൂമിയിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. റോമാലേഖനം എഴുതി നിങ്ങൾ അകലെ മാറി നിൽക്കണ്ട. ഏത് സമയത്തും എബ്രായലേഖനോടെ ചേർക്ക്, ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്നിട്ട് റോമാലേഖനം അബ്ബാ പിതാവെന്നു വിളിക്കുവാൻ സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. ഇതങ്ങോട്ട് അകത്തോട്ട് കയറിയപ്പം പണ്ടത്തെ അപ്പച്ചൻ പാടിയൊരു പാട്ടിൻ്റെ വരിയും കൂടെ പാടാം. നാം ഇനി ഭയപ്പെടുവാൻ ദാസ്യാത്മാവേയല്ല, നാം ഇനി ഭയപ്പെടുവാൻ ദാസ്യാത്മാവേ അല്ല, പുത്രത്വത്തിൻ ആത്മാവിനാൽ എന്നെ പുത്രനാക്കി തീർത്ത കൃപയോർത്തു, പുത്രനാക്കി തീർത്ത കൃപയോർത്ത്. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഈ വാക്യം വായിക്കുമ്പോൾ ഒറ്റക്കൊരു പുത്രൻ മടിയിലിരിക്കുന്നു. പക്ഷേ എബ്രായ ലേഖനം അവനെ തിരുത്തി കുറിച്ചു. കാൽവറി മരണത്തിന് ശേഷം എബ്രായ ലേഖനം എഴുതുകയാണ്, തന്നിൽ അനേക പുത്രന്മാർ. ആദാമിൽ കൂടെ പടിയിറങ്ങിയ സകല പുത്രന്മാരെയും ഏകജാതനെ ക്രൂശിൽ തകർത്ത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ തൻ്റെ രക്തത്താൽ നീതീകരണം നടത്തി സമ്മാനിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പദവി തിരിച്ചു കൊടുക്കുമ്പോൾ ക്രൂശിലേക്ക് യോഹന്നാൻ നമ്മുടെ കൈ കിറുകി പിടിച്ചുകൊണ്ട് നടത്തി കാൽവറിയുടെ ചുവട്ടിക്കൊണ്ട് നിർത്തിയിട്ട് പറയാ, മേൽപോട്ട് നോക്കൂ കുഞ്ഞേ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാ ഞങ്ങളുടെ സുവിശേഷം. ഇന്ന് രാത്രി ഞങ്ങൾ ഈ തൊണ്ട പൊട്ടിക്കുന്നതും ഈ ഡേറ്റ് ഇട്ടതും ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തതും ഈ പ്രകൃതിയെ ഭയപ്പെടാതെ ഇവിടെ വന്നതും ഈ ദൈവത്തെ ഇവിടെ ഒന്ന് ഉയർത്തി കാണിക്കാനാ. ഇന്ന് രാത്രി കാൽവരി ക്രൂശിലെ ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. ആവർത്തിക്കുന്നു, മറ്റൊരുത്തൻ ഇതിൻ്റെ ചെയ്യില്ല,
മറ്റൊരുത്തിനും രക്ഷയില്ല, മറ്റൊന്നിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമല്ലാതെ വേറൊരു ദൈവം ഇല്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. മനുഷ്യൻ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി ദൃശ്യാവൽക്കരണം നടത്തി പരാജയപ്പെട്ടപ്പോൾ തമ്പുരാൻ തന്നെ മടിയിലിരിക്കുന്ന പുത്രനെ കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അടുത്തത് അവന്റെ മാറിൽ വസിക്കുന്ന മടിയിലിരിക്കുന്ന പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എടുത്തു പറയുകയാണ് ഏക. അപ്പൊ അതുവരെ ആരേ ഉള്ളൂ? പിതാവിന് ഒറ്റ മകനേ ഉള്ളൂ, ഏകജാതൻ. സ്തോത്രം. കൂടെ പറഞ്ഞേ, വചനത്തോടു കൂടെ സഞ്ചരിച്ച് പറഞ്ഞേ, ഏകജാതൻ. തറപ്പിച്ച് പറയുന്നു ഏകജാതൻ മടിയിലിരിക്കുന്ന ഈ സുവിശേഷം. പക്ഷെ എബ്രായ ലേഖനം തിരുത്തി. ഏകജാതൻ ക്രൂശിൽ മരിച്ചപ്പോൾ എബ്രായൻ എഴുതി ആദ്യജാതൻ. അയനാ ഏകജാതനാണെങ്കിൽ എന്ന് ഒരുത്തനേ ഉള്ളൂ. ആമേൻ. ആദ്യജാതൻ എന്ന് പേരിട്ടപ്പോൾ ക്രൂശിൽ കൂടെ വിശ്വസിച്ച് യേശുവിൻ്റെ രക്ഷ പ്രാപിക്കുന്നവരെല്ലാം ദൈവം മക്കളാകുക. ക്രൂശ് മരണത്തിന് ശേഷം ഏകജാതൻ ആദ്യജാതനായി. സ്തോത്രം. അപ്പോൾ പാട്ടുകാരൻ പിന്നെയും പാടി, മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂവിൽ രാജാക്കന്മാര് ഭരിച്ചു വാഴും ഏക നായകൻ ഒരുത്തനേ ഉള്ളൂ, മക്കൾ അവനിൽ കൂടെ ഉണ്ടാകുകയാണ്. ഇനി ദൈവസ്നേഹത്തിൻ്റെ ആഴം വിവരിക്കാൻ ഞാൻ ഈ രണ്ട് മക്കളെയും കൂടെ എടുത്ത് ഇവിടെ നിർത്താം. ഒന്നാമത്തെ മകൻ നഷ്ടപ്പെട്ട മകൻ, ഏദനിൽ പിശാചിൻ്റെ വഞ്ചനയിൽ നഷ്ടപ്പെട്ട ആദാം മകനെ കാണാതാവും. ഇതൊരു നിസ്സാര വിഷയമല്ല. നിങ്ങൾക്ക് ആ വിഷയം ഒന്ന് തറച്ച് ഹൃദയത്തിലോട്ട് കയറാൻ ഒറ്റക്കാര്യം പറയാം. ഒരു 10-15 വയസ്സിൽ താഴെയുള്ള മക്കളുള്ളവരൊന്ന് കൈപൊക്കിക്കേ. 15 വയസ്സിൽ താഴെയുള്ള മക്കൾ കൈപൊക്കാം ധൈര്യമായിട്ട്. സ്തോത്രം. ഇത്രയും പേരൊക്കെ ഉള്ള 15 വയസ്സിൽ താഴെയുള്ള മക്കൾ. താഴെയെന്ന് പറഞ്ഞാൽ മേൽപോട്ടല്ല, 15, 16 അല്ല, താഴോട്ട് 1 മുതൽ 15 വരെ. ആമേ. എനിക്കുമുണ്ട്. എൻ്റെ മൂത്ത മകന് 15 വയസ്സ് കഴിഞ്ഞു. അതിന് താഴെയുള്ളൊരുത്തി എനിക്കുണ്ട്, മോള്. സ്കൂളിൽ നിങ്ങൾ രാവിലെ കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുക, ബസ്സേ കൊണ്ട് കയറ്റി വിട്ടു. വൈകുന്നേരം നിങ്ങൾ 4 ആകുമ്പോൾ കറക്റ്റ് അവിടെ പോയി ബസ് കാത്തിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് ആ ബസ്സേ വന്നില്ല, എന്നും വരുന്ന ബസ്സേ വന്നില്ല. നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? നിങ്ങൾ അത് വെച്ച് ചിന്തിച്ചാൽ മതി. ഏതനിലേക്ക് പോകാൻ നമുക്ക്. അടുത്ത ബസ്സും ഒന്നും കണ്ടില്ല. അമ്മയാ നോക്കി നിന്നെങ്കിൽ ഞാൻ പറയാം, അമ്മ അവിടെ ബോധം കെട്ടി വീഴും. പിന്നെ നാട്ടുകാർ വെള്ളം ഒഴിച്ച് സോഡ കുടിപ്പിച്ചിട്ട് എന്നാ പറ്റി, എന്നാ വീണേ, കൊച്ച് വന്നില്ല. അപ്പോൾ പിന്നെ സ്കൂളിൽ പോയി. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊച്ചു പിന്നെ പോയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തല ഇറങ്ങി വീണു. നിങ്ങൾ ഏതെങ്കിലേക്കൊന്ന് പോയിക്കേ. എല്ലാ ദിവസവും വരുമ്പോൾ നേരത്തെ വന്നിരിക്കുന്ന മകൻ ഇന്ന് പിതാവ് വന്നപ്പം കാണാനില്ല. പുത്രത്വം സാത്താൻ അപഹരിച്ചു, പിതൃത്വം സാത്താൻ്റെ കയ്യിലേക്ക് വന്നു. ജനിപ്പിക്കാത്തൊരപ്പൻ ജനിപ്പിക്കാത്ത മകനെ പിതാവായി അവന് പുത്രത്വം സാത്താൻ തട്ടിയെടുത്തു. പാപപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഓർത്തോണം, ആ പാപിയുടെ അപ്പൻ സാത്താനാ തട്ടിയെടുക്കപ്പെട്ട മോനെ കൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്യിക്കുക. തെളിയിക്കാം. യോഹന്നാൻ 8:42. ഇസ്രായേലിനോട് തന്നെ അത് നേരിട്ട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഡയറക്റ്റ് പറയുന്നു, നിങ്ങൾ ആരുടെ മക്കളാണ്, പാപം ചെയ്യുന്നവൻ ആരുടെ മക്കളാണ് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഒരുവന്റെ പിതാവ് ദൈവമാണെന്ന് തെളിയുന്നത് അവൻ യേശുവിനെ സ്നേഹിക്കുന്നവനായിരിക്കും. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ ന്യൂ ജനറേഷൻ സഭകളിലെ, ഐ ലവ് യു ജീസസ്. എടാ പോള ഇറക്കാന്ന് പറയണം. നീ എഴുന്നേറ്റ് നിന്ന് രാവിലെയും വൈകിട്ടും ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞാൽ യേശു ചിരിക്കൂല. മടക്കി നീ പോക്കറ്റ് വെച്ചേക്കണം. ഒരാൾ യേശുവിനെ അഥവാ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ അതിന് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ വല്ലവരും പല്ലടിച്ച് നമ്മുടെ പുറകെ വരുള്ളൂ, യേശു വരില്ല. യേശു നീ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ 1 യോഹന്നാൻ്റെ ലേഖനം ഇവിടെ അടയാളം വെച്ചണം. ബാക്കി എത്ര എണ്ണം പോകുന്ന വൈവരിക്കേണ്ട സമയങ്ങളെല്ലാം വെച്ചോ, പെട്ടെന്ന് വെച്ചു. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 1 മുതൽ താട്ട് പെട്ടെന്ന് വായിക്കണം.
എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. സഭയെ അഭിസംബോധന ചെയ്യുക പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ കൂടെ. കുഞ്ഞുങ്ങളെ, മക്കളെന്നുള്ള പദവിയിലാണ് വിളിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. അപ്പോൾ സഭ ഇനി എന്ത് ചെയ്യരുത്? രക്ഷിക്കപ്പെട്ട് മക്കളായവർ ഇനി എന്ത് ചെയ്യരുത്? കിണഞ്ഞ് പരിശ്രമിക്കേണ്ടത് പാപം ചെയ്യാതിരിക്കാൻ. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. എബ്രായ സഭയോട് പറയാം, നിങ്ങൾ എതിർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ട സാധ്യത വരിക. നിങ്ങൾ വിട്ടുപോകുന്നതിനെ ഓർക്കുക. പാപത്തെയും ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിക്കാത്തവൻ തിരിച്ചു പോകും ഒരു ദിവസം. അവനെക്കുറിച്ച് എബ്രായർ 2 പറഞ്ഞ് ഒഴുകിപ്പോവുക. വിസ്താര ഭയത്താൽ ഞാൻ വായിപ്പിക്കുന്നു, വായിച്ചു. പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ. ഇനി സഭയിൽ രക്ഷിക്കപ്പെട്ട് കയറി ഒരുത്തൻ എന്ത് ചെയ്തു? നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. മടങ്ങി വരാൻ വഴിയുണ്ട്. രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വീണവരിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, നീ ന്യായീകരണം നടത്തരുത്, നീ സ്വയനീതി നടത്തരുത്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകൊടുക്കിട്ട് ഇന്ന് രാത്രി പറ, ഞാൻ മടങ്ങി വരികയാണ്, ഞാൻ ആ പാപത്തിൽ നിന്നു. ഇനി ഒരു പാപത്തെക്കുറിച്ച് ബോധം വരുന്നില്ലെങ്കിലും ശുദ്ധീകരണം പ്രാപിക്കണം. ഒരു പാപത്തെക്കുറിച്ചും ആത്മാവ് നിനക്ക് ബോധം വരുത്തുന്നില്ലെങ്കിലും നീ നീതിമാനാകുന്നില്ല. വിശുദ്ധൻ ഇനി തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ശുദ്ധീകരണം ഒരു പാർട്ട് ടൈം മാത്രം നടത്താനുള്ളതല്ല. കണ്ണടയുന്നിടം വരെയും കാഹളം ധ്വനിക്കുന്നിടം വരെയും ഏറ്റവും ഇമ്പോർട്ടൻ്റായി സഭ നിലനിർത്തേണ്ടത് വിശുദ്ധിയാണ്. സ്തോത്രം. മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളൻ വരവേറ്റം. പാട്ടെടുത്ത് വെച്ചാണ് അവിടെ പാടാം. അടുത്തുപോയി ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. സഭയിലൊരുത്താൻ പാപം ചെയ്താൽ മടങ്ങി വരാനുള്ള വഴി കിടപ്പുണ്ട്. ആമേൻ. സ്വയനീതീകരണവും പാപം വെളിപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് പെരവെക്കുക ചെയ്യാതെ തന്നെത്താൻ മടങ്ങി വരണം. സ്തോത്രം. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി താട്ട് വായിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താൽ മടങ്ങി വരാൻ വഴിയിട്ടിട്ടെങ്കിലും പ്രായശ്ചിത്ത യേശു തന്നെ ആയിരിക്കുക. പക്ഷേ ഇനി യേശു രണ്ടാമത് യാഗമാകത്തില്ല. അപ്പോൾ പിന്നെ ആ പാപത്തിൻ്റെ ശിക്ഷ എവിടെ വരും? നിൻ്റെ ശരീരത്തിൽ തന്നെ അനുഭവിക്കണം. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പേ നിൻ്റെ മുഞ്ഞി പിടിച്ച് ഇച്ഛ ഇണ്ണ ഇമ്മ ഇപ്ര നിലത്ത് ഒരയ്ക്കും ദൈവം. പാപം ക്ഷമിച്ചാലും രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താൽ ആമേ പാപത്തിൽ നിന്ന് മടങ്ങി വന്നാലും ആ പാപത്തിന് ശിക്ഷ ജഡത്തിൽ തന്നെ വിധിക്കും. അതുകൊണ്ടാണ് ഒടുവിൽ കിടന്ന് ചിലർ വിഷമിച്ച് മരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇവൻ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആ പാപത്തിന് ദൈവം നീതിമാനാണ്, ശിക്ഷ വിധിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത് ഇറങ്ങി വന്നിട്ട് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കത്തില്ല. ഇനി നീ ചെയ്യുന്നത് നിൻ്റെ ശരീരത്തിൽ തന്നെ തീരണം. അല്ല, അതുകൊണ്ട് സൂക്ഷിച്ചോണം. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒപ്പിച്ചാൽ ഒറ്റ വാക്കിൽ ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കും. ഉറപ്പായിട്ടും മടങ്ങി വന്നാണ് ദൈവം ക്ഷമിക്കും. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ മുഞ്ഞി പിടിച്ച് നിലത്തോരച്ച് അതിന് ശിക്ഷ തന്നിട്ടേ ദൈവം വിടത്തുള്ളൂ. വല്ലതും പിടികിട്ടിയോ? അതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇനി എന്നാ കാണിച്ചാലും ഞങ്ങൾ അങ്ങ് പോകുമെന്നും പറഞ്ഞ് ബ്രദറുകാരെ പോലെ രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ കാര്യം കുഴയും. സ്തോത്രം. അതിനൊക്കെ തെളിയിക്കാൻ 100 കണക്കിന് വാക്യങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും പോണില്ല. വായിച്ചോ മോളെ താഴോട്ട്. നമ്മുടേതിന് മാത്രമല്ലെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാതെ പുറത്ത് നിൽക്കുന്നവൻ്റെ പാപത്തിനും കൂടെ അവൻ നീതിമാനായി കാര്യസ്ഥനായി നിൽക്കുക. 2 കാര്യസ്ഥരുടെ നടുവിലാണ് സഭ. ഒന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന് ഇവിടെ, 2 പിതാവിൻ്റെ മകനുടെ വലത്തുഭാഗത്ത് ക്രിസ്തു എന്ന കാര്യസ്ഥൻ. 2 കാര്യസ്ഥന്മാർ നമുക്ക് വേണ്ടി നിൽക്കുക. അതുകൊണ്ടാണ് ഇവിടെ ജീവനോട് ഇരിക്കുന്നത്. ഇല്ല, പണ്ടേ അടിച്ച് ദൈവം ദൂരെ കളഞ്ഞു. ഇവിടെ പ്രസംഗിക്കാൻ എന്നെ കിട്ടുകയില്ലായിരുന്നു. കാരണം ഭൂമി ജീവിച്ചിരുന്നിട്ട് വേണ്ടേ. 2 കാര്യസ്ഥന്മാർ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് കൊണ്ട് ഒരു കാര്യസ്ഥൻ നമ്മെ നേർവഴിക്ക് നയിക്കുമ്പോൾ ഒരു കാര്യസ്ഥൻ വീഴ്ച വരുമ്പോൾ പിതാവെ വെട്ടരുത്, ഒരാണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ കസേര വന്ന് ഇരിക്കാൻ പറ്റുന്നത്. ആരും സ്വയം പുകഴരുത്. ഇവിടെ വന്നത് കൃപയാലാകുന്നത്. പൗലോസ് പറയുക, ഞാൻ ആകുന്നത് കൃപയാലാണ്. നീതിമാന്റെ രക്ഷ പ്രയാസേന. അങ്ങനെയെങ്കിൽ അപ്പത്തന്റെയും പാപിയുടെയും ഗതി എന്താ എന്ന് വെച്ചാൽ സ്നേഹിത, ഞങ്ങളുടെ കൂടെ കൂടാതെ മാറി നിന്നിട്ട് ചിരിക്കുന്ന അവൻ നിന്നോട് പറയുന്നു, ഞങ്ങളുടെ രക്ഷ പ്രയാസേനയാണെങ്കിൽ നിന്റെ ഗതി എന്താ?
അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. സമയം പാഴാക്കരുത്. യേശുവിനെ ഇന്ന് രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. വായിച്ചോ മോളെ. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. യേശുവിനെ അറിയാമെന്ന് പറയുന്നെങ്കിൽ അത്യാവശ്യം വേണ്ട ക്വാളിറ്റി കൽപ്പന അനുസരിക്കുന്നു. അല്ലാതെ മത്തായിക്കും മറിയാമിക്കും ജനിച്ച് ചാക്കോച്ചൻ എന്ന് പേരിട്ട യേശുവിനെ അറിയത്തില്ല. അവൻ യേശു എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അതൊരു അറിവല്ല. യേശുവിനെ ആത്മാവിൽ അറിയണമെങ്കിൽ കൽപ്പന വഴി നടക്കത്തുള്ളൂ. സ്വത്രം. കൽപ്പന അനുസരിക്കാത്ത ഒരുവനും ആത്മാവിൽ അറിയുന്നവനല്ല. അതാണ് നിക്കോദിമോസിന് പറ്റിയ വീഴ്ച. നിക്കോദിമോസ് ഗംഭീര അവതരണം പള്ളിയുടെ ഗുരുവായിരുന്നിട്ട് വന്ന് അവതരിപ്പിച്ചു. ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഓക്കെ, ഉടനെ കർത്താവ് പറഞ്ഞില്ല, മോനെ കൊള്ളാമല്ലോ, എന്നെക്കുറിച്ച് അത്രയും കാര്യം കിട്ടും, എൻ്റെ കൂടെ കൂടിക്കണം, അടുത്ത സ്ഥലത്തൊക്കെ ഞാൻ പ്രസംഗിക്കുന്നത് 10 മിനിറ്റ് തരാം, നീ എന്നെക്കുറിച്ച് ഇതൊന്ന് പറഞ്ഞേക്കണം, ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നാൽ ഞാൻ ഉപദേഷ്ടാവായി വന്നാന്ന് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞില്ല. ഇവൻ സ്വറഞ്ഞ കുത്തിട്ട് നിർത്തിയപ്പോൾ കർത്താവ് തിരിച്ചു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കുന്ന ഉപദേഷ്ടാവായി വന്നടാ. പക്ഷെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നിന്റെ അറിവ് മടക്കി പോക്കറ്റിൽ വെച്ചാൽ പുതുതായി ജനിച്ചില്ലെങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ കിടക്കില്ല. അറിവിനെ അടിച്ച് മടക്കി പെട്ടിക്കകത്തോട്ട് വെച്ച് പോക്കറ്റിൽ വെച്ചേക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. ഉടനെ പള്ളിപ്രമാണി വലിയ ഗുരുവാ, പുള്ളി പറയാ, മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കും. ഇപ്പം നിന്റെ അറിവ് എന്നാ ഉണ്ട്? സാമാന്യ ലോകപരിജ്ഞാനം പോലും ഇല്ലാത്തവനാ ഭൂമി ഗുരുവായിട്ടിരിക്കുന്നത്. കണ്ണ് തുറക്കട്ടെ. നല്ലൊരു ഗുരു, മാർത്ത പറഞ്ഞത് നുണയാണെങ്കിലും അതിലൊരർത്ഥമുണ്ട്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്കും ഈ ദേശത്തോട് പറയാനുള്ളത്, ഈ സുവിശേഷ യോഗത്തിൽ യേശു എന്ന ഗുരു വന്നിട്ടുണ്ട്. അവൻ വന്നത് നിന്നെ ചിലത് പഠിപ്പിക്കാനാ. നിന്നെ പഠിപ്പിച്ച് തലചീർക്കുന്ന അറിവ് നൽകാനല്ല, നിത്യരക്ഷ എന്ന ദൈവജ്ഞാനത്തിലേക്ക് നിന്നെ കൈപിടിക്കാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ ഇരിക്കാൻ പോവാം, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആമേൻ. സ്തോത്രം. എങ്ങും എത്താതെ ഞാൻ എല്ലാ വാക്യങ്ങളെല്ലാം വിവരിക്കണമെന്നുണ്ട്. വായിച്ച പെട്ടെന്ന്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഞാൻ പറഞ്ഞതല്ലേ, ആ സഹോദരിയാ പറഞ്ഞ് ബൈബിളിൽ എഴുതിയതാ പുള്ളിക്കാരി വായിച്ചത്. അത് ഞങ്ങൾ രണ്ടുപേരും അല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞതാണ്. നീ അത്യാവശ്യം ആളെ പിടിക്കണം, യോഹന്നാനെ പോയി കുഴിയിൽ പോയി പിടിച്ചോണം, പുള്ളിയായത് എഴുതിയിരിക്കുന്നത്. അവനെ അറിയുന്നെന്ന് പറയുകയും അവനെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു പറഞ്ഞാൽ സഹോദരിമാർ ചിരിക്കും. കള്ളനും കള്ളിയാ. സ്തോത്രം. എന്താണ് കൽപ്പന? 1, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുക. 2, അവൻ്റെ ക്രൂശിലെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന വിശ്വാസ സ്നാനം. ആമേൻ. ആകയാൽ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനോട് ചേരുന്നത് മരണപുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന വിശ്വാസ സ്നാനത്താലാണ്. വിശ്വാസ സ്നാനം ഒരു പള്ളിക്കാരും ഉണ്ടാക്കിയതല്ല, ഒരു പെന്തിക്കോസുകാരും സ്ഥാപിച്ചതല്ല. വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ലൂക്കോസിൽ എഴുതി വെച്ചിരിക്കുന്നു, എടുക്കണ്ട, ഈ വാക്യം മറിച്ചിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകരുത്. ലൂക്കോസിൽ എഴുതി വെച്ചിരിക്കുന്നു, ന്യായശാസ്ത്രിമാരും പരീശന്മാരും തങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെ മറിച്ച് സ്നാനമേൽക്കാതെ ഞങ്ങളുടെ അത്യുന്നതൻ്റെ ആലോചനയെ മറിച്ച് കളഞ്ഞു. അപ്പോൾ സ്നാനമെന്ന ആലോചന ഒരു പെന്തിക്കോസ് സഭക്കാരും ഒരു പള്ളിക്കാരും ഒരു CSIക്കാരും കത്തോലിക്കരും കമ്മിറ്റി കൂടി തീരുമാനിച്ചതല്ല. അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ ആലോചിച്ചതാണ് സ്നാനം. പിതാവേ ദൈവം സ്വർഗത്തിൽ സ്നാനം ആലോചിച്ചു. പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ക്രൂശമരണത്തിന് ശേഷം ആ ഉയരത്തിൽ പിതാവ് ആലോചിച്ചത് പുത്രൻ പ്രഖ്യാപിക്കുന്നു, കൽപ്പിക്കുന്നു. ആമേൻ. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ചെന്ന് മർക്കോസ് സുവിശേഷത്തോടെ ചേർക്കുന്നു, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചതൊക്കെ അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കണ്ടാൽ
കാലം ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ക്രിസ്തു പിതാവ് ഉയരത്തിൽ ആലോചിച്ചത് ഭൂമിയിൽ കൽപ്പിക്കുന്നു. ആ കൽപ്പന സ്വീകരിക്കുന്നു അപ്പോസ്തലന്മാർ. ആമേ. അപ്പോസ്തലപ്രവൃത്തി 2 എടുക്കണ്ട, 37 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. സ്തോത്രം. അപ്പോൾ പിതാവിൻ്റെ ആലോചന, പുത്രൻ്റെ കൽപ്പന, അപ്പോസ്തലന്മാരുടെ ഉപദേശം, ഇത് മൂന്നും അനുസരിക്കാൻ പ്രാപ്തിയുള്ളവനാണ് സ്നാനമേൽക്കേണ്ടത്. അല്ലാതെ 3 മാസമായ കൊച്ചല്ലച്ചോ. അച്ഛൻ്റെ കുപ്പായത്തെ മുള്ളരുതെന്ന് അറിയാൻ വയ്യാത്ത 3 മാസക്കാരൻ, സ്തോത്രം, എങ്ങനെ ഇത് മൂന്നും വിശ്വസിക്കും? പിതാവിൻ്റെ ആലോചന, പുത്രൻ്റെ കൽപ്പന, അപ്പോസ്തലന്മാരുടെ ഉപദേശം, ഇതിൽ കൂടെ മരണത്തോടും പുനരുത്ഥാനത്തോടും കാൽവറിയിൽ ചെയ്തതും അടക്കപ്പെട്ടതിനോടും ഏകീഭവിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. സ്തോത്രം. സ്നാനം. 3, പരിശുദ്ധാത്മാവെന്ന ദാനം കൈക്കൊള്ളണം. ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം ഇത് തരുന്നത് ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവിനെ എനിക്ക് തരാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ന്യൂജൻ പാസ്റ്റർമാരെ പറയും, പിടിച്ചോ, ചാടി പിടിച്ചോ പരിശുദ്ധാത്മാവിന്, ഫയർ ഇരിടാവിടെ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല. തന്നോട് യാചിക്കുന്നവർക്ക് താൻ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരാൻ ഞാൻ ഉപദേശിമാരുടെ കൈ കൊടുത്തു വിട്ടാക്കാന്നല്ല, ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോഹന്നാൻ പറയുക. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആത്മാവിൻ്റെ കൃത്യമായ ഇടപാട് ആത്മാവിനെ തരുന്ന ദൈവമാണ്. അവനോട് യാചിക്കാം, കർത്താവേ അധികമായി എൻ്റെ മേൽ ആത്മാവിനെ തരണമേ. ആമേ. ആരെങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഈ കൺവെൻഷന് നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിറയ്ക്കാൻ കർത്താവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവൻ നിന്നെ അഭിഷേകം ചെയ്യാൻ ശക്തനാണ്. വിടുന്നു 4 വേർപാട്. ആമേ. പ്രപഞ്ചമോഹങ്ങളോടെ, ആമേ, ലോക ആചാര ആഡംബരങ്ങളോടെ വേർപെടണം. വിവരിക്കുന്നില്ല. വേർപെട്ട് ജീവിക്കണം. പാപത്തോടും ലോകത്തോടും ജഡത്തോടും വേർപെട്ട് ക്രിസ്തുവിനുള്ളവരായി നിർമ്മല കന്യകയായി ഒരുങ്ങി വേർപെട്ട് ജീവിക്കണം. നാം താങ്കൾക്കുള്ളവരല്ല, നാം ക്രിസ്തുവിനുള്ളവരാണ്. നാം ലോകക്കാരല്ല. നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മുടെ നാട് സ്വർഗമാണ്, നിത്യതയാണ്. സ്വർലോക നാടൻ്റെ നിത്യമാം വീട് എന്ന് ഞാൻ കാണുമാ നിത്യത. സ്തോത്രം. ആ നിത്യതയ്ക്ക് നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടത്തെ വിലയ്ക്ക് വേണം ഇവിടെ ജീവിക്കാൻ. പോകുന്നു. അടുത്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. അതാണ് ലേഖനം മുഴുവൻ കിടക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം വിവരിക്കുന്നില്ല, പിന്നീടൊരിക്കൽ കർത്താവിനെ വിവരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. അടുത്തത് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കണം. അപ്പം നുറുക്കൽ, കർത്തൃമേശ. സ്തോത്രം. കൂട്ടായ്മ ആചരിച്ച് ഞാനതും വിവരിക്കുന്നില്ല. പാദം കഴുകലോട് കൂടെ തന്നെ കർത്തൃമേശ നടത്തണം. വിവസ്താര ഭയത്താൽ ചുരുക്കുന്നു. അപ്പം ഞുറുക്കുമ്പം ചിലർ കാണിക്കുകയില്ലേ, ആ തിരുമേശയായിട്ട് കർത്തദാസന്മാർ വരുമ്പോൾ അടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് കൊടുത്തേക്കാൻ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ ആഴ്ച കർത്താവ് വന്നാൽ ഞാൻ മുകളിൽ ഈ പുള്ളി പൊക്കോട്ടെ, അതായി കാണി. എൻ്റെ ഇപ്പുറം ഇരിക്കുന്ന ആൾ പൊക്കോട്ടെ. എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ ദൈവത്തോട് നിരുന്ന് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സകല വിഷയം തീർക്കണം. എന്നിട്ട് തിരുമേശയുടെ ഇമ്പോർട്ടൻ്റാണ്. നിത്യജീവനും ജീവനും നൽകുന്നതാണിത്. യോഹന്നാൻ വ്യക്തമായിട്ടിതുണ്ട്. ഇത് ഭക്ഷിക്കുമ്പോൾ ജീവനും നിത്യജീവനും ഉണ്ടാകും. തിരുമേശ തല കൊണ്ട് എല്ലാ ആഴ്ചയിലും മാറ്റിവിട്ടാൽ കാഹളം നനയ്ക്കുമ്പോൾ നീ പോകില്ല. എന്നാൽ അപ്പോൾ തന്നെ പാപം ജീവിതത്തിൽ വെച്ചുകൊണ്ട് അയോഗ്യമായി തിരുമേശയെടുത്താൽ നീ ബലഹീനനാകും. ചിലർ രോഗികളാകും, ചിലർ തട്ടിപ്പോകും. ഞാൻ അവിടെ വിടുന്നു. കൂട്ടായ്മ അയച്ച് അപ്പം നോക്കുക. പ്രാർത്ഥന. എന്ത് പ്രാർത്ഥന? എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കൊച്ചിനെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം. അതല്ല. പാപത്തോടും ജഡത്തോടും ലോകത്തോടും സാത്താനോടും ഫൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. പാപത്തോടു നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. ഇത്രയും കാര്യം, ഈ 7 കാര്യം. ഈ 7 കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? 7 കാര്യം സ്വർഗത്തിൽ പോകാനല്ല. ഈ 7 കാര്യം തലയാകുന്ന ക്രിസ്തുവിൻ്റെ കീഴിലുള്ള ശരീരമെന്ന സഭയോട് ചേരി നിൽക്കാനാണ്. ഈ 7 കാര്യം ചെയ്താൽ പോയില്ല. പിന്നെന്ത് ചെയ്യണം? ഈ 7 കാര്യം ചെയ്തവർ മരണം വരെയും കാഹളം ധനിക്കുന്നതിനും വരെ ഇമ്പോർട്ടൻ്റായി വിശുദ്ധി ജീവിക്കണം. ഈ 7 കാര്യത്തിൻ്റെ പേര് സ്വർഗത്തിൽ കയറാൻ ആരും ഓർക്കണ്ട. ഈ 7 കാര്യം തന്നെ സഭയുടെ ഭാഗമാക്കുന്നത്. സഭയാണ് എടുക്കപ്പെടുന്നത്. ആദ്യ കാഹളത്തിൻ്റെ ശബ്ദത്തിങ്കൽ സ്തോത്രം. എന്താണ് സംഭവം? 1-ാം പുനരുത്ഥാനത്തിങ്കൽ സഭയാണ് മേൽപോട്ട് പോകുന്നത്.
ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിനൊന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവും. വിശുദ്ധിയിൽ ജീവിക്കാത്ത ആർക്കും ഒന്നാം പുനരുത്ഥാനം ഉണ്ടാകത്തില്ല. ഒന്നാം പുനരുത്ഥാന പ്രത്യേകത എന്നാ? ഈ ശരീരമല്ല, ആദാമിൽ നിന്ന് സാത്താൻ ഉരിഞ്ഞെടുത്ത തേജസ് ഒടുക്കത്തെ ആദാമെന്ന ക്രിസ്തുവിൽ നിന്ന് നമുക്ക് തിരിച്ചു തരും. ഇനി ഒന്നാമത്തെ ആദാമിൻ്റെ തേജസ്സല്ല നാം പ്രാപിക്കാൻ പോകണം, നാം അവൻ്റെ മഹത്വം പ്രാപിക്കാൻ പോകണം. ആരുടെ? ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ. അതെന്നാ? ഇനി വഞ്ചിക്കാൻ കഴിയാത്ത തേജസ്, ഒരു സർപ്പത്തിന് ഉപായത്താൽ തത്തിയെടുക്കാൻ കഴിയാത്ത, ലോകത്തിൽ വന്ന് സാത്താനെ ജയിച്ചവന്റെ തേജസ് ധരിച്ചുകൊണ്ട് നാം ഈ മണ്ണ് വിട്ട് പറന്നുയരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ മർത്യമായത് അമർത്യമായതിനെ പ്രാപിക്കും. ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിന് ഒറ്റ വാക്കിൽ പറയാ, ഞാൻ വരുവോളും ഇതെല്ലാം മുറുകെ പിടിച്ചു കൊള്ളണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ വാക്യാണ് പ്രസംഗിച്ചെന്ന്? വായിച്ച വാക്യം തന്നെ പ്രസംഗിച്ചേ. ഞാൻ വരുന്നിടം വരെ ഈ പ്രാപിച്ചതെല്ലാം പിടിച്ചു കൊള്ളണം, എങ്കിലേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുത്തുള്ളൂ. പെന്തിക്കോസിൽ ചേർന്നത് കൊണ്ട് പോകണമെന്നില്ല. കർത്താവിൻ്റെ കൽപ്പന, ഞാൻ വരും വരെ രക്ഷ, ക്രിസ്തുവിനെ ധരിച്ചത്, വേർപാട്, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, അപ്പോസ്തലിക ഉപദേശം, ആമേൻ, സ്തോത്രം, പ്രാർത്ഥന, ഇതെല്ലാം മുറുകെ പിടിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ചേർക്കാൻ യേശു മടങ്ങി വരാൻ പോകുകയാണ്.